ഇന്ന് പ്രാർത്ഥന വന്നിട്ടുണ്ടോ? ഇങ്ങനെ പേര് മറന്നുപോയി. സഹോദരി ഇന്നലെ കേട്ടായിരുന്നു. ഒരു വീടിന്റെ വീടിന്റെ മറ്റേ ഗ്ലാസിന്റെ കാര്യമൊക്കെ പറഞ്ഞ സിസ്റ്റർ ആണോ? കേൾക്കുന്നുണ്ടോ സിസ്റ്റർ? ഞാൻ ഭക്ഷണം ഗ്ലാസ് പ്രയറിന് മുമ്പായിട്ട് ഞാനാണ് ആദ്യം ഭക്ഷണം കഴിച്ചത്. അപ്പൊ ഗ്ലാസ്സിൽ വെള്ളം കുടിച്ചിട്ട് ആ വെള്ളത്തിന്റെ ഗ്ലാസ് ഞാൻ കടയിൽ വെച്ചിട്ടാണ് പോകുന്നത്. പ്രയറ് കഴിഞ്ഞ് ആ സമയത്ത് ആലോചന പറയുന്ന സമയത്ത് അവരെല്ലാരും കിടന്നുറങ്ങാൻ പോയി. 10 മണിയായല്ലോ വീട്ടില്. അതാരാ സിസ്റ്ററെ? അതാരാ കുടിച്ചത് സിസ്റ്ററെ? ഞാൻ അത് അവര് കുടിച്ചത്. ഞാൻ ഗ്ലാസ്സിലാണ് കുടിച്ചത്. ഞാൻ അവിടെ ഇരുന്നായിരുന്നു. സിസ്റ്റർ തന്നെയായിരുന്നു ഗ്ലാസ്സിലെ വെള്ളം കുടിച്ചത്? ഗ്ലാസ്സിലെ വെള്ളം കുടിച്ചിട്ട് ബാക്കി ബാലൻസ് ഉണ്ടായിരുന്നത് ഞാൻ കുടിച്ച. അതാര് കുടിച്ചായിരുന്നു സിസ്റ്റർ പറഞ്ഞേ? ഓക്കെ, സിസ്റ്ററുടെ സൗണ്ട് എനിക്ക് വന്ന് ക്ലിയർ അല്ല. എങ്കിൽ പോലും നമ്മൾ ഇന്നലെ ഒരു ദൈവിക ആലോചനയുടെ കാര്യം ഞാൻ ഇന്നലെ ബാക്കി ഭാഗം, അതായത് ദൈവം ഇടപെട്ട ഒരു ആലോചനയായിരുന്നു. നിങ്ങൾ യൂട്യൂബിൽ കേട്ടവർക്ക് അറിയാൻ പറ്റും. അപ്പം ഞാൻ ഇന്നലെ ആ കാര്യങ്ങൾ ചോദിച്ചിരുന്നു. റേഞ്ചിൻ്റെ പ്രോബ്ലം ഉണ്ട്, സൗണ്ട് ക്ലിയർ അല്ല സിസ്റ്ററുടെ. നമ്മൾ ഇന്നലെ ഒരു ദൈവിക ആലോചന, ഒരു മിനിറ്റ് ഓഡിയോ ഒന്ന് ചെക്ക് ചെയ്താൽ ഞാൻ. അപ്പോൾ ഇന്നലെ കേട്ട ഒരു ആലോചനയുടെ നിവൃത്തി എന്ന പോലെ, അല്ലെങ്കിൽ ബാക്കി ഭാഗം എന്ന പോലെയാണ് നമ്മൾ ഇന്നത് കേൾക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സിസ്റ്ററോട് കർത്താവ് ഇന്നലെ കാണിച്ചൊരു ദർശനം, ആ ഒരു ദൈവിക ആലോചന, വീടിൻ്റെ അകത്ത് ഒരു കപ്പയ്ക്കകത്തൊരു ഒരു മുറം പോലത്തെ ഒന്നിൽ കപ്പ വെച്ചിരിക്കുന്നതും അവിടെ വെള്ളം കുടിച്ചതിൻ്റെ ബാക്കി ഭാഗം അതിനോട് ചേർന്നൊരു ഗ്ലാസ് ഇരിക്കുന്നതുമായിട്ടുള്ള ഒരു ഭവനത്തെ കർത്താവ് ഇന്നലെ കാണിക്കുന്നു. അപ്പോൾ ആ ഒരു ഭവനം കർത്താവ് ഇന്ന് ആ വെള്ളം കുടിച്ച വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു എന്ന് പറയാൻ ഇടയായി തീർന്നു. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ പറയും, ബ്രദർ ഇങ്ങനെയൊക്കെയാണോ കർത്താവ് സംസാരിക്കുന്നത് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ നിങ്ങളെന്ന വ്യക്തിയെ, നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ അന്തരീക്ഷത്തെ കർത്താവ് കാണുന്നുണ്ട്. ബൈബിളിൽ നമുക്കറിയാം, നമ്മൾക്ക് ദാന്തനേൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഫിലിപ്പോസ് ലീഗ കർത്താവിൻ്റെ സന്നിധിയിൽ കൂട്ടിക്കൊണ്ട് വരുമ്പോഴേക്കും യേശു പറഞ്ഞുകൊണ്ട്, ഞാൻ നിന്നെ അത്തിയുടെ ചുവട്ടിൽ ഇരിക്കുമ്പോഴേ കണ്ടിട്ടുണ്ട്. കർത്താവിന് വേണമെങ്കിൽ വേറെ എന്തൊക്കെ പറയാം. അവൻ അത്തിയുടെ ചോട്ടിലിരുന്ന് ചിലപ്പോൾ എന്തൊക്കെയോ ദൈവസന്നിധിയിൽ പറഞ്ഞിട്ടോ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ അത് യേശു വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ കർത്താവ് പലപ്പോഴും ഞാൻ എന്ന വ്യക്തിയെ, നിങ്ങളെന്ന വ്യക്തിയെ കർത്താവ് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് കർത്താവ് പലപ്പോഴും അങ്ങനെ സംസാരിക്കുന്നത്. എത്ര പേര് ആ ദൈവിക ആലോചന കേട്ടായിരുന്നു? എത്ര പേരത് കേട്ടവരൊന്ന് പ്രതികരിക്കും. എനിക്ക് ആ സഹോദരിക്ക് റേഞ്ച് കട്ടായി പോകുന്നു. ആമേൻ. അപ്പം നമ്മൾ ഇന്നലെ ആ കാര്യം പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനത് ഇന്നലെ സിസ്റ്ററെ കൊണ്ട് ഇന്ന് ഞാൻ തുടക്കത്തിൽ ചോദിച്ചെന്ന് പറഞ്ഞാൽ റേഞ്ച് കട്ടായി പോകുന്നുണ്ട്. അപ്പോൾ കേൾക്കുന്നില്ല. ആ വെള്ളം കുടിച്ച വ്യക്തി ആരാന്നുള്ളത് ഇന്നലെ കേട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചോദിച്ചപ്പോഴും ക്ലിയർ അല്ല പറഞ്ഞത്. എങ്കിൽ പോലും കർത്താവിൻ്റെ നാമത്തിൽ ആ കുടിച്ച വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് കർത്താവ് സംസാരിച്ചത്. അതുകൊണ്ട് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി ഇന്നവിടെ ദൈവാത്മാവിൻ്റെ വലിയ പ്രവൃത്തി അവിടെ ഒരു മിനിറ്റ് മൈക്ക് മ്യൂട്ട് ചെയ്തേ. ദൈവാത്മാവിൻ്റെ വലിയ പ്രവൃത്തി ഇന്നവിടെ സംഭവിക്കുന്നതിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ മകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് സ്പർശിക്കുന്നതിന് നന്ദി. അപ്പോൾ ഞാനിതെന്തുവാ ഇതെടുത്ത് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ കേൾക്കുന്ന ഓരോ കാര്യങ്ങളും ദൈവത്തിൻ്റെ ഓരോ വചനങ്ങളായിക്കോട്ടെ, ആലോചന ആയിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തെ ടേൺ ചെയ്യാൻ പറ്റും. ഓരോ ദിവസവും നിങ്ങൾക്കത് കാണാൻ പറ്റും. നമ്മൾ കേൾക്കുന്ന വചനമായിക്കോട്ടെ, കർത്താവ് കേൾക്കുന്ന ആലോചന ആയിക്കോട്ടെ, അത് ദൈവം പ്രവർത്തിക്കുന്ന ഒത്തിരി കാര്യങ്ങളായിക്കോട്ടെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം ഇത് വലിയ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പ്രവചനം എന്നുള്ളത്. അപ്പോൾ പ്രവചനം കേൾക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആലോചനയെ നമ്മൾ മനസ്സിലാക്കുക. കർത്താവ് എൻ്റെ ജീവിതത്തിൽ എന്തു ചെയ്യുവാൻ വേണ്ടി പോകുന്നു, ദൈവം എൻ്റെ ജീവിതത്തിൽ എന്താണ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത് ദൈവാത്മാവിലൂടെയാണ് വെളിപ്പെട്ട് വരുന്നത്. അപ്പം ഞാൻ ആ വാക്യത്തിലേക്ക് ഒന്ന് വന്നിട്ട് നമുക്ക് ആ ദൈവിക ആലോചനയെപ്പറ്റി ഇന്നൊന്ന് മനസ്സിലാക്കാൻ കർത്താവ് ഇടയാക്കട്ടെ. പെട്ടെന്ന് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത അതേ വാക്യത്തിലോട്ട് ഞാനിന്ന് പോവുകയാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ അകത്താണ് നമ്മൾ ആ വാക്യം കേട്ടത്. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം മുതലാണ്
അവിടെ നമുക്കവിടെ കാണാൻ പറ്റും. ദൈവവചനം കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും കർത്താവിലുള്ള ഒരു വിശ്വാസി അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസി, ആ വ്യക്തിയുടെ ജീവിതത്തിൽ നമ്മൾ ഇന്നലെ കേട്ടു പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന പല വിധമുണ്ട്. ഒന്ന്, വചനം ഒരു ഏറ്റവും വലിയ പ്രവചനമാണ്. ദൈവവചനം ഒരു പ്രവചനമാണ്. രണ്ട്, ദൈവവചനം കേൾക്കുന്ന സമയത്ത് തന്നെ കർത്താവിൻ്റെ വചനം ഒരു വ്യക്തി കേൾക്കുമ്പോൾ തന്നെ ആ വ്യക്തിയെ ഉറപ്പിക്കേണ്ടതിനാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവർത്തികളാൽ കർത്താവ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന സമയത്ത് ആ വ്യക്തിക്കകത്ത് ദൈവം തരുന്ന ഉറപ്പുകളാണ് ദൈവപ്രവർത്തികൾ. അപ്പോൾ ഒരിക്കലും ദൈവപ്രവർത്തികളെ തുച്ഛീകരിക്കുകയോ, ചിലരിങ്ങനെയൊക്കെ പ്രസംഗിക്കാറുണ്ട്, അത്ഭുതത്തിൽ ഒന്നുമല്ല കാര്യം, അങ്ങനെ പറയുന്നവരുടെ ചെവിക്ക് പോലും നിങ്ങൾ കേൾവി കൊടുക്കരുത് എന്ന്. അത്ഭുതത്തിൽ കാര്യമുണ്ട്. ദൈവപ്രവൃത്തി, ബൈബിൾ ഒരിക്കലും കഥപുസ്തകമല്ല, ബൈബിൾ അത്ഭുതങ്ങളുടെ പുസ്തകമാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഒരു സ്ഥലത്ത് പോലും മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങളല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. നിലത്തെ പൊടിയിൽ നിന്നും മനുഷ്യനെ നിർമ്മിച്ചത് മുതൽ വെളിപ്പാട് പുസ്തകത്തിൽ യേശുക്രിസ്തു വീണ്ടും ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് വരെ മനുഷ്യൻ്റെ ബുദ്ധിയിൽ കണക്ക് കൂട്ടിയാൽ നടക്കുന്ന ഒരു കാര്യവുമല്ല. ഇത് ദൈവത്തിന് സാധ്യമായി, അതിനാണ് അത്ഭുതം എന്ന് പറയുന്നത്, മനുഷ്യന് അസാധ്യമായത്. ആമേൻ. ഇനി നിങ്ങൾ കേട്ടോണം, നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് കർത്താവിൻ്റെ ആലോചനകളെ കേൾക്കുവാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ മുതൽ ഞാൻ വായിക്കാം. എപ്പോഴും സന്തോഷിപ്പിൻ, അത് നമ്മൾ കേട്ടു. ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിലും സ്തോത്രം ചെയ്യുവിൻ. ഇതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. ആത്മാവിനെ കെടുത്തരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലതും ശോധന ചെയ്ത് നല്ലത് മുറുക്ക പിടിക്കുവിൻ, സകല ദോഷവും വിട്ടകലുവിൻ എന്ന് പറഞ്ഞു. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. പ്രവചനം തുച്ഛീകരിക്കരുത്. പ്രവചനത്തിന് വലിയ പ്രത്യേകത, നിങ്ങളെ ഗൈഡ് ചെയ്യുവാൻ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങളെ ഗൈഡ് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയൊരു പ്രധാന ഘടകമാണ് പ്രവചനം. അപ്പോൾ ദൈവം എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് അത് ദൈവം സംസാരിക്കുന്നതാണ് പ്രവചനം. ദൈവം നേരിട്ടും സംസാരിക്കും, ദൈവം പ്രവാചകന്മാരിലൂടെ സംസാരിക്കും, ദൈവം സ്വപ്നത്തിലൂടെ സംസാരിക്കും, ദൈവം ദർശനത്തിലൂടെ സംസാരിക്കും, ദൈവം അടയാളങ്ങളിലൂടെ സംസാരിക്കും, പല രീതിയിൽ ദൂതന്മാരിലൂടെയൊക്കെ ദൈവം സംസാരിക്കും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ദൈവം നമ്മോട് സംസാരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണണം, ഒരു പ്രവചനം കേൾക്കുമ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം? ആ പ്രവചനത്തെ ശോധന ചെയ്യണം. എന്താ ഈ ശോധന ചെയ്യുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ആർക്കെങ്കിലും ഒരു നല്ല മലയാളം പറഞ്ഞു തന്നെ? ശോധന ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തുവാ? അപ്പോൾ ഒത്തിരി ആൾക്കാരും പറഞ്ഞത് പരിശോധിക്കുക. നമ്മൾ ആ കേട്ട പ്രവചനത്തെ ഒന്ന് പരിശോധിക്കണം. ഞാനത് എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം, അപ്പോൾ തെസ്സലോനിക്ക സഭയുടെ ചരിത്രം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു. 24-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ ആകുന്നു, അവനത് നിവർത്തിക്കും. അപ്പം ദൈവത്തിനൊരു പ്രത്യേകത ഉണ്ട്, ദൈവം വിശ്വസ്തനാണ്. അപ്പോൾ ഈ വിശ്വസ്തത എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുന്ന ദൈവമാണ്. ഇന്നൊരു വാക്ക് പറഞ്ഞാൽ നാളെ മാറ്റി പറയുന്നയാളല്ല. ഒരു വാക്ക് പറഞ്ഞാൽ മാറാത്തവൻ, ചേഞ്ച് വരാത്ത ദൈവം. അപ്പോൾ നമ്മൾ ഈ പ്രവചനം കേൾക്കുമ്പം ഞാൻ പറഞ്ഞല്ലോ പല രീതിയിലാണ്. ഈ എല്ലാവർക്കും കർത്താവ് പ്രവചന ആലോചന കൊടുക്കും, പക്ഷെ ഉപദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ കേൾക്കുന്ന പ്രവചനത്തിൻ്റെ അകത്ത് പ്രവചനം കേൾക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ഉണ്ടാകും എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞത് വാക്യത്തിലേക്ക് ഒന്നും കൂടെ ഒന്ന് വരാൻ വേണ്ടി പോവാണ്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ അകത്ത് അതിൻ്റെ 3-ാമത്തെ വാക്യമാണ് നമ്മൾ ഇന്നലെ കേട്ടത്. അതിൻ്റെ അകത്ത് പ്രവചന വരത്തെപ്പറ്റി പറയുന്നു. പ്രവചിക്കുന്നവനോ ആത്മീക വർധനവിനും പ്രബോധത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യനോട് സംസാരിക്കുന്നു. അപ്പോൾ പ്രവചനം കേൾക്കുന്ന ഒരു വ്യക്തിക്ക് ആത്മീക വർധനവുണ്ടാകും. അപ്പോൾ നിങ്ങൾ പ്രവചനം കേൾക്കുന്ന സമയത്ത് ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, പ്രവചന ആലോചന നിങ്ങളുടെ അകത്ത് ആത്മീക വർധനവുണ്ടാകും, പകർച്ചകളുണ്ടാകും, ഇമ്പാർട്ടേഷനുകളുണ്ടാകും. ഞാൻ പറഞ്ഞില്ലേ, പണ്ട് എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നൊരു വ്യക്തി, അദ്ദേഹം വലിയ പ്രശ്നത്തിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇടയായി തീർന്നപ്പോഴേക്ക് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സ്പർശനം അദ്ദേഹത്തിൻ്റെ മേലുണ്ടായി. അദ്ദേഹത്തിന് ദൈവിക കാര്യങ്ങളെ കാണാനും കേൾക്കുവാനും ദൈവത്തിൻ്റെ പ്രവചന ആലോചനയെ പറയുവാനുമുള്ള ഒരു കൃപ അദ്ദേഹത്തിൻ്റെ മേൽ സ്പ്രെഡ് ചെയ്തു. ഇതാണ് ആത്മീക വർധനവ്. 2, ദൈവത്തിൻ്റെ ഹിതപ്രകാരം നിങ്ങൾക്ക് സഞ്ചരിക്കുവാൻ കഴിയും. ആമേൻ. ഇവിടെ പറയുകയാണ് പ്രബോധത്തിനും ആശ്വാസത്തിനുമായി. അപ്പോൾ നമുക്കൊരു പ്രവചനം കേൾക്കുമ്പോൾ ടെൻഷൻ അല്ല വരുന്നത്, നമുക്ക് ആശ്വാസം. അതിൻ്റെ അർത്ഥം ദൈവം എന്താണോ ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങൾ
ഒരിക്കലും തിന്മയ്ക്കല്ല, നന്മയ്ക്കാണ്. ദോഷമല്ല, അനുഗ്രഹമാണ്. അതാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആദ്യം വായിച്ച തെസ്സലോനിക്ക ലേഖനത്തിൻ്റെ 5-ാം വാക്യത്തിൽ ഞാൻ പറഞ്ഞു, ദൈവമോ വിശ്വസ്തൻ എന്നൊരു പദം ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് പഴയ നിയമത്തിലൊരു വാക്യത്തിലേക്ക്, ഇസ്രായേൽ മക്കൾ കേട്ട ഒരു പ്രവചനം, നമുക്ക് പരിചിതമായ വാക്യമാണ്, എപ്പോഴും കേൾക്കുന്ന വാക്യമാണ്. ഞാൻ അതിലേക്കൊന്ന് പോകുവാണ്. ഈ ദേശം ഉറ്റുനോക്കാൻ വേണ്ടി പോയ 12 പേര് മടങ്ങി വന്ന അവരുടെ ചില വാക്കുകളാണ് നമ്മുടെ കേൾക്കാൻ വേണ്ടി പോകുന്നത്. ദേശം ഉറ്റുനോക്കി ദേശത്തെക്കുറിച്ച് അവർ ഇസ്രായേൽ മക്കളോട് പറഞ്ഞ ദുർവർത്തമാനമായി പറഞ്ഞതെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഉറ്റുനോക്കിയ ദേശനിവാസികളും തിന്നുകളയുന്ന ദേശമാകുന്നു. ഞങ്ങൾ അവിടെ കണ്ട ജനമൊക്കെയും അനാക്യന്മാർ. അവിടെ ഞങ്ങൾ മല്ലന്മാരും സന്തതികളായ അനാക്യ മല്ലന്മാരെ കണ്ടു. ഞങ്ങൾ വെട്ടിക്കിളിയെ പോലെ തോന്നി അവരുടെ കാഴ്ചയ്ക്ക് തന്നെ. നിങ്ങൾ ഈ വാക്ക് നോക്കിക്കേ. ആ ദേശം ഉറ്റുനോക്കാൻ പോയ ജനം എന്ത് ചെയ്യും? ദുർവർത്തമാനമായി പറഞ്ഞതെന്നാൽ. അപ്പൊ ദുർവർത്തമാനമുണ്ട്. ദൈവം പറഞ്ഞതാണ് പാലും തേനും ഒഴുകുന്ന ദേശം. ഈ ദേശം ഉണ്ടെന്ന് ആളുകൾ എങ്ങനെയാണ് കേട്ടത്? യഹോവ നേരിട്ട് വന്ന് പറഞ്ഞു. എങ്ങനെ ഇവര് കേട്ടത്? ഈ കനാൻ ദേശത്തെ പറ്റി എങ്ങനെ കേട്ടു? മോശ എന്ന പഴയ നിയമത്തിന്റെ മധ്യസ്ഥൻ, അല്ലെങ്കിൽ മോശ എന്ന പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു, യഹോവയായ ദൈവം എന്നോട് പറയുന്നു, നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങൾക്ക് പാലും തേനും ഒഴുകുന്ന ഒരു കനാൻ ദേശം തരാൻ വേണ്ടി പോകുന്നു. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർത്തണം, ഒരു പ്രവചനം കേൾക്കുമ്പോൾ, നിങ്ങളോട് ദൈവത്തിൻ്റെ ഒരു ആലോചന പറയുമ്പോൾ, നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കുന്ന പ്രതികൂലമായിട്ട് പലതും അവിടെ ഉണ്ടാകും. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവം ഒരാലോചന പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത്, ഇപ്പം നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇരുന്നുകൊണ്ട് കർത്താവ് നിങ്ങളുടെ അവസ്ഥകളെ മാറ്റാൻ വേണ്ടി പോകുന്നു, ഇന്ന വ്യക്തിയെ, ഇന്ന കാര്യത്തെ, നിങ്ങളുടെ ചിലപ്പം ജീവിതത്തിൽ നമ്മൾ എല്ലാ ദിവസവും കർത്താവിൻ്റെ ആലോചന, ചില വീടുകളെ കർത്താവ് വെളിപ്പെടുത്തും, ചില പേരുകൾ വെളിപ്പെടുത്തും, അവരുടെ ഹൃദയ രഹസ്യങ്ങളെ കർത്താവ് വെളിപ്പെടുത്തും. അപ്പോൾ നിങ്ങളോട് കർത്താവ് പറയാം, നിങ്ങൾക്ക് ഇന്ന കാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നു എന്ന് പറയുമ്പോൾ ഇത് നിസ്സാര കാര്യമല്ല. അതിൻ്റെ ഇടയിൽ ഒത്തിരി തടസ്സങ്ങളുണ്ട്. ആ തടസ്സത്തെ നാം പറയുമ്പോൾ അതിൻ്റെ പേരാണ് ദുർവർത്തമാനം. എന്താണ് ഈ ദുർവർത്തമാനം എന്ന് പറഞ്ഞൊന്ന് അറിയാവോ? ഒരു നല്ല മലയാളം പറഞ്ഞ ദുർവർത്തമാനം എന്താണ്? ദുർവർത്തമാനം ദുർവർത്തമാനം എന്ന് പറഞ്ഞാൽ അനിഷ്ടമായത്, അനാവശ്യമായത്, ചേരാത്തത്, അല്ലെ? അതായത് നല്ല വർത്താനത്തോട് ചേരാത്തതാണ് ദുർവർത്തമാനം. അപ്പൊ ദൈവം പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം. അപ്പൊ ദൈവം പറഞ്ഞ പ്രവചനമാണത്. അതായത് മിസ്രൈമിൽ നിന്ന് പുറപ്പെടുന്ന ജനത്തിന് ഇതേവരെ അവർ ആ ദേശം കണ്ടിട്ടില്ല. അവർക്കിങ്ങനെ ഒരു പട്ടണം ഉണ്ടോ എന്നറിയത്തില്ല. യഹോവ പറഞ്ഞതുപോലെ തന്നെ അവിടെ പാലും തേനും ഒഴുകുന്ന സമൃദ്ധി ഉണ്ടോ എന്നവർക്ക് അറിയത്തില്ല. അവിടെ എത്തിച്ചേരുവെന്ന് അറിയത്തില്ല. ഇതുവരെ കാണാത്തൊരു ദേശത്തെപ്പറ്റി ദൈവം പ്രവചിച്ചു. യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, മോശേ, ഞാൻ ദൈവജനത്തോട് പറയുകയാണ്, നിനക്ക് നല്ലതും മനോഹരമായ ഒരു കനാൻ. ശ്രദ്ധിച്ചോണം, ഇത് പറയുന്ന സമയത്ത് ഇവരിത് കണ്ടിട്ടില്ല, ഇവരിത് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. ആര് പറഞ്ഞപ്പം? മോശ പറഞ്ഞപ്പം. ഇതിനിടയിൽ ഒത്തിരി വിഷയങ്ങളുണ്ട്. ഇതൊന്നും ദൈവം എക്സ്പ്ലെയിൻ ചെയ്തില്ല. ദൈവം എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്ന പ്രതിസന്ധികളെ എണ്ണി എണ്ണി പറയാതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന് അതല്ല വിഷയം. ദൈവത്തിൻ്റെ വിഷയം ദൈവം എന്താണോ പറഞ്ഞത് അതിനെയാണ് ദൈവം മുറുക്ക പിടിക്കത്തുള്ളൂ. ഇവിടെ ഉറ്റുനോക്കാൻ വന്ന ആൾക്കാർ എന്ത് ചെയ്തു? തിരികെ വന്നിട്ട് ദുർവർത്തമാനമായി പറഞ്ഞതെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഉറ്റുനോക്കിയ ദേശനിവാസികളും തിന്നു കളയുന്ന ദേശമാകുന്നു. ഞങ്ങളവിടെ കണ്ട ജനമൊക്കെയും അതികായകന്മാർ. നമുക്കറിയാം, ഇത് പലപ്പോഴും നമ്മൾ പറയുന്ന വചനമായതുകൊണ്ട് പിന്നെയും പിന്നെയും പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നിന്നിരിക്കും. എങ്കിലും നിങ്ങൾ നോക്കുക, ഇവർ പറഞ്ഞൊരു വാക്കണം, എങ്കിലും അവരോട് കൂടെ പോയ പുരുഷന്മാർ ആ ജനത്തിന്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയത്തില്ല, അവർ തമ്മിൽ ബലവാന്മാരാകുന്നു പറഞ്ഞു. നിങ്ങൾ നോക്കിയേ, നമുക്കത് കഴിയില്ല എന്നവർ പറഞ്ഞു. അപ്പൊ ഇതാണ് ദുർവർത്തമാനം. നമുക്ക് കനാൻ അവകാശമാക്കുവാൻ കഴിയത്തില്ല. ഒരു പ്രവചനം കേൾക്കുന്ന സമയത്ത് ആ പ്രവചനത്തിന്റെ കൂടെ ദുഷ്ടൻ അവിടെയുണ്ട്, പിശാച് നിങ്ങളെ അത് കാണാതിരിക്കാൻ അനുവദിക്കത്തില്ല. നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു പ്രവചനത്തിന്റെ കൂടെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യവും കൂടെ നിങ്ങൾ കേൾക്കുകയും നിങ്ങളുടെ മനസ്സ് അവിടെ ഇടിയുകയും ചെയ്യുന്നുവെങ്കിൽ ആ പ്രവചനത്തെ നിങ്ങൾ ശോധന ചെയ്തിട്ട് ദൈവം എന്താണോ പറഞ്ഞത്
അതിനെ ഏറ്റെടുക്കണം. എങ്ങനെ ഏറ്റെടുക്കാൻ പറ്റും? തൊട്ടു മുകളിലത്തെ വാക്യത്തിൽ നമുക്കിവിടെ കാണാൻ പറ്റും. അവിടെ നിങ്ങൾ ചെല്ലുന്ന സമയത്ത്, അവരാ പട്ടണം നോക്കിയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമുക്കവിടെ കാണാൻ പറ്റും 30-ാമത്തെ വാക്യത്തിൽ, എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി, നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ ഉറ്റുനോക്കാൻ വേണ്ടി പോയ ജനം വന്നിട്ട് പറയുകയാണ്, നമുക്കത് കഴിയത്തില്ല. ഒരു കൂട്ടർ പറയുന്നു നമുക്കത് കഴിയത്തില്ല, എന്നാൽ അടുത്തൊരു കൂട്ടർ പറയുന്നു നമുക്കത് കഴിയും. നോക്കി, രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നോക്കി, രണ്ട് കാര്യങ്ങൾ പറയുന്നത് ഇവരുടെ കൂടെ തന്നെയുള്ള പിശാചല്ല പറയുന്നത്, ദുരാത്മാവല്ല ഇവിടെ പറയുന്നത്. ഇത് രണ്ടും പറയുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ളവർ തന്നെയാണ്. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം തന്നെയാണ്. ഒരു കൂട്ടരായ യോശുവയും കാലേബും പറഞ്ഞു നമുക്ക് ജയിക്കുവാൻ കഴിയും. മറ്റേ ആൾക്കാർ പറഞ്ഞു നമുക്കത് കഴിയില്ല. അപ്പൊ ഇതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ പ്രവചന ആലോചന നിങ്ങൾ കേൾക്കുന്നത്. ഒരാലോചന കേൾക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ കഴിയത്തില്ല എന്ന് പറയുന്ന 100 അല്ല 110% തെളിവുകൾ, ഒരിക്കലും രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ലാത്ത 110% സാധ്യത ഉണ്ടെങ്കിലും അതിനെ അമർത്തുക. ശ്രദ്ധിക്കേ, എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി നാം ചെന്ന് കൈവശമാക്കുക. കണ്ടോ, അത് കഴിയില്ലെന്ന് അറിയാം, അത് കഴിയില്ലെന്ന് മാനുഷിക ബുദ്ധിയിൽ അറിയാം, മാനുഷിക ചിന്തയിൽ ഇത് നടക്കാൻ ഒരു സാധ്യതയില്ല. വെറുതെ ബ്രദറെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ, വചനം പറഞ്ഞുകൊണ്ടിരുന്നാൽ, എനിക്കറിയത്തില്ല ബ്രദറെ ഇത് നടക്കാൻ വല്ല സാധ്യതയുണ്ടോ? 100% മാനുഷിക ബുദ്ധിയിൽ സാധ്യതയില്ല. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഞാൻ അതിനെ കളയുന്നു. ശ്രദ്ധിച്ച്, ഞാൻ അതിനെ ഇടിച്ചു കളയുന്നു. എനിക്കൊരു കാര്യം ഉറപ്പാണ്, എൻ്റെ ദൈവത്താൽ അത് കഴിയും. അപ്പൊ പ്രവചനം കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ഭാവിയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നോ അതാണ് പ്രവചനം. പല ആൾക്കാരോടും പ്രാർത്ഥിച്ചതിന് ശേഷം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന കാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നു പറയുമ്പോഴേക്ക് പിന്നെ ഒരു വാക്ക്, ബ്രദറെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. ആലോചന കേട്ടിട്ടാണ് എന്താ ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? അല്ല, ഒന്ന് പ്രാർത്ഥിച്ചേക്കണം, ഞങ്ങൾക്ക് അതൊന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി. ഈ നടക്കാൻ പോകുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനിടയിൽ വരുന്ന കാര്യങ്ങളെ നിങ്ങൾ ഭയപ്പെടുന്നത് കൊണ്ടാണ് ഒന്നും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആരുടെ കൂട്ടത്തിലാണെന്നറിയാവോ? കാലേബിന്റെ കൂടെ ഉള്ളവരല്ല, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട പിറുപിറുപ്പുകാരുടെ കൂടെയാണ് നിങ്ങളുള്ളത്. ആമേൻ. അപ്പൊ എന്താ അവിടെ തെളിവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരും ദൈവസന്നിധിയിൽ ആലോചന കേട്ടിറങ്ങിയവരാണ്. പക്ഷെ അവർ വന്ന് പറയുന്നത്, നമുക്കത് കഴിയത്തില്ല. ദൈവത്തിന്റെ ആലോചന കേൾക്കുന്നവൻ, ദൈവത്തിൽ നിന്ന് പ്രവചനം കേൾക്കുന്നവൻ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ അകത്തുനിന്നും പ്രവചനത്തെ ഒന്ന് ശുദ്ധീകരിക്കണം, പ്രവചനത്തെ ഒന്ന് ശോധന ചെയ്യണം. എങ്ങനെ ശോധന എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ദൈവം പറഞ്ഞത് മാത്രം ഏറ്റെടുത്തുകൊണ്ട് അതിനെതിരെ വരുന്നതിനെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? വെട്ടിക്കളയണം, അമർത്തിക്കളയണം. മൈൻഡ് ചെയ്യരുത്. വലിയ പ്രതിസന്ധി ഉണ്ടാകും കേട്ടോ, വലിയ തകർച്ച ഉണ്ടാകും കേട്ടോ, മൊത്തം തകർന്നു പോകുമെന്ന് പറയുമ്പോൾ അത് പിടിക്കരുത്. ബാക്കി നിങ്ങൾ കേട്ട ദൈവത്തിന്റെ ആലോചനയെ മുറുക്കെ പിടിക്കണം. ആമേൻ. ഇവിടെ കാലേബ് എന്ത് ചെയ്തു? ജനത്തെ അമർത്തി. എന്നിട്ട് പറഞ്ഞു നമുക്കത് ചെന്ന് കൈവശമാക്കുവാൻ കഴിയും, നമുക്ക് ജയിപ്പാൻ കഴിയും. ഉടനെ മറ്റവർ പറയുകയാണ് നമുക്ക് കഴിയത്തില്ല, അവർ ബലവാന്മാരാണ്. ഇപ്പൊ അവർ പറയുന്ന തെളിവ് വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര ബലവാന്മാരും നമ്മൾ ബലഹീനരുമാണ്. പക്ഷേ ഈ കാലേബ് പറയുന്നു നമ്മൾ ബലവാന്മാരാണ്. എങ്ങനെയാണെന്നറിയോ? നമ്മുടെ കൂടെ സൈന്യങ്ങളുടെ യഹോവ ഉണ്ട്. അപ്പൊ നമ്മുടെ ബലം ദൈവമാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾ വചനം കേൾക്കുമ്പോൾ, പ്രാർത്ഥിക്കാൻ വേണ്ടി വരുമ്പോൾ നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്. സർവശക്തനായ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് എൻ്റെ കൂടെ പറയാം. എൻ്റെ കർത്താവായ ദൈവം, സർവശക്തനായ എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ധൈര്യം എന്ന് പറ. സർവശക്തനായ ആമേൻ, ആമേൻ. ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ വേണം നിങ്ങൾ വിശ്വാസത്തിൽ ബലപ്പെടാൻ. ഇതായിരിക്കണം പ്രവചനത്തെ ശോധന ചെയ്യുമ്പോൾ നിങ്ങളുടെ അകത്തേക്ക് വരേണ്ടത്. അയ്യോ ബ്രദറെ, എനിക്ക് ഭയങ്കര വലിയ പ്രാർത്ഥിക്കാൻ വേണ്ടി 10 പേരുണ്ട്, ഇതിൽ ബലപ്പെടരുതേ. ഈ 10 പേരൊക്കെ നാളെ ചിലപ്പോൾ നിങ്ങളെ തള്ളിപ്പറഞ്ഞിട്ട് പോയെന്നിരിക്കും, നിങ്ങൾ ഇട്ടേച്ചു പോയെന്നിരിക്കും. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോണം, കാലേബേ, അങ്ങേക്ക് എങ്ങനെയാണ് ഈ ധൈര്യം വന്നത്? ദൈവം എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് നമുക്കത് ജയിപ്പാൻ കഴിയും. അനാക്കി മല്ലനല്ല, അതിനേക്കാൾ വലിയ മല്ലന്മാർ വന്നാലും ഒരു കാര്യം ഉറപ്പാണ്, എൻ്റെ ദൈവത്താൽ ഞാൻ ആ മതിൽ ചാടിക്കടക്കും. ആമേൻ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ 2 മൽപ്പിടുത്തങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും നടക്കുന്നുണ്ട്. തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് ഞാൻ മടങ്ങി വരാം. പ്രവചനത്തെ തുച്ഛീകരിക്കരുത്. അപ്പൊ തുച്ഛീകരിക്കുന്നത് എങ്ങനെയാ?
ഇവർ കേട്ട തുച്ഛീകരണം എങ്ങനെയാ? നമുക്കത് കഴിയില്ല, നമ്മളെ കൊണ്ടത് കഴിയില്ല, നമുക്കത് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഒരു പ്രവചനം കേട്ട് കഴിഞ്ഞാൽ അതിനെ തുച്ഛീകരിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വിപരീതമായി സംസാരിക്കുമ്പോൾ, അതിന് വിപരീതമായി നിങ്ങൾ വിശ്വസിക്കുമ്പോൾ, അതിന് വിപരീതമായുള്ള കൂട്ടുകെട്ടുകളെ കയറി പിടിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവം നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്യുവാൻ പോകുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവചനം കേട്ടാൽ ദൈവം നിങ്ങളുടെ അതിരുകളെ വിസ്താരമാക്കുവാൻ അല്ലെങ്കിൽ എന്തു ആയിക്കോട്ടെ, ഒരാലോചന കേട്ട് കഴിഞ്ഞാൽ അത് ആമേൻ പറഞ്ഞ് സ്വീകരിക്കണം എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലേ. അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് നിങ്ങളുടെ ഹൃദയത്തിൽ ആ പ്രവചനത്തെ, ചിലരോട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നാൾ കേട്ട പ്രവചനം എന്തിയാ ഞാൻ ഓർക്കുന്നില്ല ബ്രദർ, ഇന്നാൾ എന്തോ ദൈവം സംസാരിച്ചു, അല്ലെങ്കിൽ എഴുതി വെക്കണം. ആലോചന എഴുതി വെച്ച് അത് വിശ്വസിച്ചുകൊണ്ട് എല്ലാ ദിവസവും ആലോചനയെ നിങ്ങൾ എന്ത് ചെയ്യണം? ബലപ്പെടണം. എന്നിട്ട് വചനം പറയുന്നത് സകലതും ശോധന ചെയ്ത് നല്ലത് മുറുക്ക പിടിക്കണം. 23-ാമത്തെ വാക്യത്തിൽ പറയുന്നത് സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുവാൻ തക്കവണ്ണം കാക്കുമാറാകട്ടെ. അപ്പൊ നോക്കിയേ, ആത്മാവ്, പ്രാണൻ, ദേഹം, ഇത് 3 ശ്രദ്ധിച്ചോണം. നമ്മുടെ ജീവിതത്തിൽ 3 പാർട്ടാണുള്ളത്: ദേഹം, ദേഹി, ആത്മാവ്. നമുക്കറിയാം, ഇന്നാളെ ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, മരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് നമ്മളെ വിട്ടു പോകുന്നു. പ്രാണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെയാണ് ഇവിടെ പ്രാണൻ എന്ന് കൊടുത്തിരിക്കുന്നത്. ആത്മാവ് വേറെ, പ്രാണൻ വേറെ, ദേഹം വേറെ. നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ്, ഇത് 3 ആകട്ടോ. ചിലരിങ്ങനെ പഠിപ്പിക്കാറുണ്ട്, ആത്മാവ് തന്നെയാണ് മനസ്സൊന്നല്ല. ആത്മാവ് വേറെ, മനസ്സ് വേറെ. മനസ്സിൻ്റെ അകത്താണ് നമ്മൾ പറയുന്നത് ഈവിൾ തോട്ട്സ് എന്ന് പറയുന്ന വാക്കുകൾ അവിടെ കൊടുത്തേക്കുന്ന, അവിടെ മനസ്സിലാണ്. നമ്മൾ പറയത്തില്ല ദുർമനസാക്ഷി. അപ്പോൾ അത് ആത്മാവിനെ പറ്റി അല്ല, ദുർമനസാക്ഷിയെ വിട്ടുകളയുമെന്നൊക്കെ ബൈബിളിൽ പലപ്പോഴും പൗലോസ്ലീഹ പറയാറുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ അകത്താണ് ഇത് മൊത്തം കിടന്ന്. നിങ്ങൾക്ക് ധൈര്യവും വിശ്വാസവും ബലവും ഒക്കെ സംഭവിക്കുന്നത് മനസ്സിലാണ്. നമ്മുടെ സ്വപ്നങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്, നമ്മുടെ ചിന്തകൾ പ്രവർത്തിക്കുന്നതൊക്കെ മനസ്സിലാണ്. പറയത്തില്ലേ മനസ്സിന് ധൈര്യമുണ്ടെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പം ഈ മനസ്സാണ് നമ്മളെ പലപ്പോഴും വിശ്വാസത്തിൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം, അത് തന്നെ അങ്ങോട്ടൊന്ന് വരാവേ, അവരുടെ മനസ്സിലേക്കൊരു ചിത്രമുണ്ടായി. യഹോവ പറഞ്ഞ വാക്ക് കേട്ടിട്ടാണ് ഇവരിങ്ങനെ പാട്ടൊക്കെ പാടി ഹല്ലേലൂയ സ്തോത്രം, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടിയിട്ടാണ് ഇവർ ഉറ്റുനോക്കാൻ വേണ്ടി പോയത്. ഒറ്റുനോക്കാൻ വേണ്ടി പോയ ജനം വലിയ പാട്ടൊക്കെ പാടി, യഹോവ നമുക്ക് പാലും തേനും ഒഴുകുന്ന ദേശം തരും, നമ്മളവിടെ താമസിക്കും, വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞ് ചെന്ന് ഇവരിങ്ങനെ വലിയ സന്തോഷത്തോടെ ആ മല ഇറങ്ങി ആ പട്ടണത്തെ ഉറ്റുനോക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഞെട്ടിപ്പോയി. വലിയ അനാഖ്യ മല്ലന്മാരിരുന്നുകൊണ്ട് മുന്തിരിങ്ങ തിന്നുന്നു. വലിയ അനാഖ്യ മല്ലന്മാർ വലിയ മുന്തിരിക്കൊല ചുമന്നുകൊണ്ട് പോകുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിൻ്റെ അകത്തൊരു ഭയം. നോക്കിയേ, ഇവിടെ 3 കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ആത്മാവ്, പ്രാണൻ, ദേഹി, അല്ലെ? ആത്മാവ്, പ്രാണൻ, ദേഹി. അപ്പൊ ഇവിടെ ഇവരുടെ പ്രാണനിൽ, മനസ്സിൻ്റെ അകത്ത് ഇത് കണ്ടപ്പോൾ ഒരു പേടി. നോക്കിക്കോണം. അപ്പം ഇത്രയും നേരം അവരുടെ ആത്മാവിൽ കേട്ട പ്രവചനത്തെ അവർ ബലപ്പെട്ടു വന്നെങ്കിലും അവരുടെ മനസ്സിൻ്റെ അകത്ത് അനാഖ്യ മല്ലനെ കണ്ടപ്പോൾ എന്തു സംഭവിച്ചെന്നറിയാവോ? അവരെല്ലാം അവരുടെ ധൈര്യം മൊത്തവും ചോർന്നുപോയി. അപ്പൊ അവരുടെ മനസ്സ് പറയാൻ തുടങ്ങി. ഇവിടെ നോക്കിയാണ്, അവരുടെ മനസ്സ് പറയാൻ തുടങ്ങി നമ്മൾ തോക്കും. ആത്മാവ് പറഞ്ഞതല്ല. ആത്മാവ് എപ്പോഴും നിങ്ങൾക്ക് വചനം തന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വചനം കേൾക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾ തളർന്നു പോകാതെ നിങ്ങളുടെ ആത്മാവ് വചനത്തിലൂടെ നിങ്ങളെ സഹായിക്കും. പക്ഷെ ആത്മാവിൽ വചനമില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. പലപ്പോഴും വിശ്വാസിക്ക് സംഭവിക്കുക ഭയങ്കര ആരാധനയും കയ്യടിയും പ്രാർത്ഥനയും ഭയങ്കര ബഹളമൊക്കെയാണ്. ആത്മാവിൽ വചനമില്ല. അതുകൊണ്ടാണ് പ്രതിസന്ധി വരുമ്പോൾ തളർന്നു പോകുന്നത്. തല പോകുന്ന വിഷയം വന്നാലും ആത്മാവിൽ വചനമുള്ളവൻ പറയും, എൻ്റെ ദൈവത്താൽ ഞാൻ അത്ഭുതം കണ്ടിരിക്കും. ആത്മാവിൽ വചനമില്ലാത്തവൻ എന്ത് സംഭവിക്കുന്നറിയാവോ? ഈ പ്രാണൻ പറയുന്നത് കേട്ട് തകർന്നു പോകും. ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് പറയുന്നതാണ് ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസം. മനസ്സ് പറയുന്നതാണ് നമ്മളെ ഇപ്പോൾ സങ്കടപ്പെടുത്തുകൊണ്ട്. ഇപ്പോൾ പലരും പറയുന്നുണ്ട്, ബ്രദറെ, നമ്മുടെ ഇടയിൽ തന്നെ ചിലപ്പോൾ ഞാൻ കാണാറുണ്ട്, ഒരു 100 പ്രാവശ്യം കർത്താവിൻ്റെ ആലോചന കേട്ട് ദൈവം എന്താണോ ചെയ്യാൻ പോകുന്ന ആൾക്കാർ കേട്ടിട്ട് പിന്നെയും ചോദിക്കും, ബ്രദറെ ഒന്ന് പ്രാർത്ഥിച്ച കർത്താവ് എന്നാ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ പറയും, സിസ്റ്ററെ, നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ച കർത്താവ് എന്താണ് ചെയ്യാൻ പോകുന്നത് ഓൾറെഡി വെളിപ്പെടുത്തി കഴിഞ്ഞല്ലോ. എനിക്ക് ഉറപ്പാണ് ബ്രദറെ കർത്താവ് ചെയ്യും. പിന്നെയും ഒരു ധൈര്യമില്ല. അതെന്താ ധൈര്യം വരാത്തത്, ഉറപ്പ് വരാത്തത്? നിങ്ങൾക്കകത്ത് പ്രാണനാണ്, ഇപ്പോൾ നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ അകത്ത് വിശ്വാസത്തെ തന്നുകൊണ്ടിരിക്കുന്നത്. ആത്മാവിലെ വിശ്വാസമല്ല.
അപ്പോൾ നിങ്ങൾ ഇത് അങ്ങനത്തെ വിശ്വാസമുണ്ട്. മനസ്സ് നമ്മളെ ബലപ്പെടുത്തും. നമ്മൾ പറയത്തില്ല, നമ്മൾ ചിലപ്പോൾ പറയത്തില്ല അവന് ഭയങ്കര മനോധൈര്യമായ, അയാൾ വിശ്വാസിയായിട്ടൊന്നുമല്ല. എത്രയോ ലോകത്തിൽ മനോധൈര്യമുള്ള ആൾക്കാരുണ്ട്, നിങ്ങളെക്കാളും ഒക്കെ സ്ട്രോങ് മൈൻഡുള്ള ആൾക്കാരുണ്ട്. മനോധൈര്യം ഇതൊരു വിശ്വാസം നമുക്ക് തരും. ഇനിയും തരുന്ന വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്തേലുമൊക്കെ കാണുന്നതും കേൾക്കുന്നതും തൊടുന്നതും രുചിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ഈ ആത്മവിശ്വാസം എന്ന് പറയും. ഇതല്ല നമുക്ക് വേണ്ടത്, ആത്മാവിൻ്റെ വിശ്വാസം, മനസ്സ് തരുന്ന വിശ്വാസമുണ്ട്. അപ്പം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തെ അവർ മനസ്സ് തകർത്ത് കളഞ്ഞത് അവർ കണ്ട അനാക്യമല്ലൻ്റെ വലിപ്പമാണ്. ആ സമയത്ത് അവർ ദൈവത്തെ പറ്റിയുള്ള അറിവ് മറന്നുപോയി. പക്ഷെ കാലേബിൻ്റെ പ്രത്യേകത, ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, യോശുവയും കാലേബും നമ്മളെ പോലെയല്ല. അവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന് കാണും, ഞങ്ങൾ കനാൻ കാണും, ഞങ്ങൾ വാഗ്ദത്ത ദേശം കാണും. ഞാൻ പറഞ്ഞല്ലോ, ബൈബിളിൻ്റെ ഏറ്റവും വലിയൊരു മർമ്മം ഇത് മനസ്സിലാക്കി നിങ്ങൾ രക്ഷപ്പെട്ടു. അനുഗ്രഹം കിട്ടാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല മാർഗം ദൈവവചനത്തെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. തത്ത പറയുന്ന പോലെ പറയരുത്, മൈന പറയുന്ന പോലെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? നിങ്ങൾ ആ പറയുന്ന വചനത്തെ കേട്ട് ധ്യാനിച്ചു പറയണം. എന്താണ് ഞാൻ പറയുന്നത് അത് മനസ്സിലാക്കി പറയണം. ചിലർ പറയും, ഈ കണ്ടിട്ടില്ലേ, ഞാൻ പണ്ട് ഞങ്ങളുടെ വെല്ലുമിച്ചയൊക്കെ പ്രാർത്ഥിക്കും, ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, പെട്ടെന്ന് സ്വർഗസ്വനായ പിതാവെ ചൊല്ലിയിട്ട് കറണ്ട്, ആ സമയത്തൊക്കെ പണ്ട് കറണ്ട് പോകുമായിരുന്നല്ലോ. 8 മണിക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ 8:30 കറണ്ട് വരും. പിന്നെ TV കാണാനുള്ള ടെൻഡൻസി ഉള്ളത് കൊണ്ട് ഓടിച്ചിട്ടൊരു പ്രാർത്ഥനയാണ്. പിന്നെ അങ്ങോട്ട് ഒന്നും മനസ്സിലാകത്തില്ല. അപ്പം ഞാനും ആ കൂട്ടത്തിലൊക്കെ പണ്ട് കുഞ്ഞുനാളിൽ പ്രാർത്ഥിക്കുമ്പം സ്വർഗസ്വനായ പിതാവെയൊക്കെ പ്രാർത്ഥിച്ച് തുടങ്ങിയാൽ പിന്നെ ബാക്കിയൊന്നും നമുക്ക് മിന്നായം പോലെ കേൾക്കത്തുള്ളൂ. അതിങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അതേപോലെ അല്ല നമ്മൾ പറയേണ്ടത്, നമ്മുടെ ആത്മാവും നമ്മുടെ വചനവും തമ്മിലൊരു ബന്ധമുണ്ടാകണം. അപ്പോൾ ഇവിടെ കാലേബ് പറയാം, നമ്മൾ ജയിക്കും. ഒരാൾ പറഞ്ഞ് ജയിക്കത്തില്ല. എന്തുകൊണ്ടാണ് കാലേബിന് ജയിക്കുമെന്ന് പറയാൻ കാരണം, കാലേബ് കേട്ടത് മോശ പറഞ്ഞ അറിവ് മാത്രമേ ഉള്ളൂ, പ്രവചനം മാത്രമേ ഉള്ളൂ. പക്ഷെ ആ പ്രവചനം താൻ തൻ്റെ ആത്മാവിൽ ഉറപ്പിച്ചു, ഞാൻ കനാൻ കാണും. തല പോയാലും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എൻ്റെ ചുറ്റും എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് നല്ല ഉറപ്പാണ്, ഞങ്ങളെ വിളിച്ചിറക്കിയത് മോശയല്ല, ദൈവമാണ്. ഈ ദൈവം ഞങ്ങളെ അത് കാണിക്കും. ഇങ്ങനെ ഉറപ്പുള്ളത് കൊണ്ടാണ് കാലേബ് പറഞ്ഞ് നമ്മൾ ജയിക്കുമെന്ന്. കണ്ടോ, ആത്മാവിൽ ഉറപ്പുള്ളവന് മാത്രമേ ഉള്ളൂ ദൈവസന്നിധിയിൽ ജയം നടക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. പലപ്പോഴും നമ്മുടെ വിശ്വാസം ഇപ്പം ചലിക്കുന്നത് മനസ്സിലാണ്. ഈ മനസ്സിൻ്റെ പ്രത്യേകത, സങ്കടം വരുമ്പോൾ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും, സന്തോഷം വരുമ്പോൾ ഭയങ്കര ആവേശം, കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യും. അതുകൊണ്ടാണ് പലർക്കും ഈ ആരാധന സമയത്ത് ഭയങ്കര വിശ്വാസം. നിങ്ങൾ നോക്കിയാൽ മതി, പ്രാർത്ഥനയെ കേട്ട് കൈയടിച്ച് ഭയങ്കര ബഹളം, ഒരു അന്തരീക്ഷം വരുമ്പോൾ ഭയങ്കര വിശ്വാസം. ആ സമയത്ത് പറയും, കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. പ്രാർത്ഥന കഴിഞ്ഞ് ആ ബസ്സേ കയറി ടിക്കറ്റ് എടുത്ത് ഇരുന്ന് കഴിയുമ്പോഴേക്കും ഇതേ കരയാൻ തുടങ്ങും. അതിൻ്റെ കാര്യം എന്നാണെന്നറിയാവോ? നിങ്ങളുടെ വിശ്വാസം മനസ്സിൽ നിന്നുണ്ടായ വിശ്വാസമാണ്. ആത്മാവിലെ വിശ്വാസം കേട്ട വചനമാണ്. കേട്ട വചനം ആത്മാവിൽ അത് കണക്റ്റഡ് ആയെങ്കിൽ, ആ വചനവും ആത്മാവും തമ്മിൽ കണക്റ്റഡ് ആയെങ്കിൽ ആ ബസ്സിൽ കയറി ഇരിക്കുമ്പോൾ കരയത്തില്ല, പകരം വചനം പറഞ്ഞുകൊണ്ടിരിക്കും. എന്നെ പ്രതികൂലം വന്നാലും എന്നെ പ്രശ്നം വന്നാലും എൻ്റെ ദൈവത്താൽ ഞാനത് ജയിച്ചിരിക്കും. ആമേൻ. ഇതാണ് ആത്മാവിൽ വെളിപ്പെടുന്ന വചനം. അപ്പോൾ ഈ പ്രവചനം കേൾക്കുമ്പോഴെന്താ സംഭവിക്കുന്നറിയാവോ? ഇപ്പം പ്രവചനത്തെ ശോധന ചെയ്ത് നല്ലത് മുറുക്ക പിടിക്കുമെന്ന് പൗലോസ്ലീഹ പറയാൻ കാരണം, ഒത്തിരി പ്രവാചകന്മാർ ആ കാലഘട്ടത്തിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ന്യായപ്രമാണം വിശ്വസിക്കുകയും യേശുവിലേക്ക് വരികയും ചെയ്ത യഹൂദ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരും പ്രവചിക്കുമ്പോഴും അവർ ന്യായപ്രമാണത്തിൻ്റെ ആ ഒരു പഴയ കൺസെപ്റ്റിൻ്റെ അകത്തുനിന്ന് പ്രവചിക്കുന്നവരുണ്ട്. 2, വിശ്വാസത്തിൽ വളരാത്ത ആളുകളും പ്രവചിക്കും. കൊരിന്ത്യ സഭയിൽ വലിയ പ്രവാചകന്മാരുടെ സഭയാണ്. ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭക്കാരെ കൊരിന്ത്യക്കാർ. അപ്പോൾ കൊരിന്ത്യ എന്നൊക്കെ ബൈബിളിൽ തന്നെ പറഞ്ഞ പോലെ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവാചകൻ വന്നാൽ തീർന്ന പരിപാടി. അപ്പോൾ ഒത്തിരി പ്രവാചകന്മാർ അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഒരു വാണിംഗ് പറയുകയാണ്, പ്രവചനത്തെ തുച്ഛീകരിക്കരുത്, ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യുവാൻ ശക്തിയുള്ളതാണ് പ്രവചനം. ഞാൻ എപ്പോഴും പറഞ്ഞു, നമ്മുടെ ദൈവകൃപയാൽ ഈ കൂട്ടായ്മയെ ദൈവം ഒരു പ്രവാചക കൂട്ടായ്മയാക്കി നിർത്തിയത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം വെച്ചാൽ ഒത്തിരി ആളുകളുടെ ലൈഫ് ചേഞ്ച് ആകുന്നത് കർത്താവിൻ്റെ, ഞാൻ പറഞ്ഞ ഒറ്റ ആലോചന മതി ലൈഫ് ചേഞ്ച് ആകാൻ. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കേൾക്കുകയും, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ എപ്പോഴും എന്നെ പരിചയക്കാരോട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ കഴിയുമെങ്കിൽ സൂം പ്രയർ, നീഗിൽ ബ്രദർ അല്ലേ പറയുന്നത്, അല്ലെങ്കിൽ നീഗിലല്ലേ പറയുന്നത്. ഞാൻ അവരോട് പലപ്പോഴും പറഞ്ഞു, നിങ്ങൾ ഞാനെന്ന വ്യക്തിയെ മാറ്റിവെക്ക്. ദൈവം ഇടപെടുന്നത് കൊണ്ടാണ് ഞാൻ അല്ലെ, നിങ്ങളോടൊരിക്കലും ഞാൻ ആരോടും പ്രാർത്ഥനയിൽ പങ്കുചേരാൻ പറയത്തില്ല, ആരോടും ഞാൻ പങ്കുചേരാൻ ചെയ്തത്. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ഇടയിൽ കർത്താവ് പ്രവർത്തിക്കുന്നുണ്ട്. എനിക്ക് ആ കാര്യത്തിൽ ഉറപ്പാണ്, പരിശുദ്ധ ആത്മാവുണ്ട്.
എൻ്റെ ഭാവി ദൈവത്തിൻ്റെ കയ്യിൽ ഏറ്റവും ബെസ്റ്റാണ്. ആമേൻ. അപ്പം നമ്മൾ കേൾക്കുന്ന വചനം ആത്മാവിലല്ല പിടിക്കുന്നത്, മനസ്സിലാണ് കയറി. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ വചനം മനസ്സിൽ നിന്ന് ആത്മാവിലേക്ക് പോകണം. എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ബ്രദറെ? ഞാൻ കേട്ട വചനം, അത് പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാവേ. എങ്ങനെയാണ് ഞാൻ കേട്ട വചനം? ആത്മാവിലാണോ മനസ്സിലാണോ? അതായത് പ്രാണൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലാണോ കയറിക്കൂടിയിരിക്കുന്നത്? എങ്ങനെ അറിയാൻ പറ്റും? മനസ്സിലാണ് നിങ്ങളൊരു വചനമോ പ്രവചനമോ കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം വരത്തില്ല. ഏത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തെസ്സലോനിക്കയ്ക്കകത്ത് ലേഖനത്തിൻ്റെ അകത്ത് എപ്പോഴും സന്തോഷിപ്പിൻ. നോക്കിക്കേ, നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ പൗലോസ് ലീഗ പറഞ്ഞു അവരെങ്ങനെയുള്ള സാഹചര്യത്തിൽ കടന്നു പോകുന്നവരാ. ഓർമ്മയുണ്ടോ പറഞ്ഞാർക്കെങ്കിലും എങ്ങനെയുള്ള പ്രതികൂലം അവർക്കുണ്ടായിരുന്നത്? ഒരു വാക്ക് അവിടെ ഉണ്ടായിരുന്നു. ബഹു കഷ്ടം സഹിക്കേണ്ടി വരുന്ന ആൾക്കാരോട് പറയാണ് എപ്പോഴും സന്തോഷിക്കുക. എന്നാലോചിച്ച് നോക്കി, ബഹു കഷ്ടത്തിലൂടെ പോകുന്ന ആൾക്കൊക്കെ എന്നെ സന്തോഷിക്കാൻ പറ്റുന്നു, കരയാനല്ലാതെ വല്ലതും ഉണ്ടോ? അവരോട് പൗലോസ് പറയും നിങ്ങൾ എപ്പോഴും സന്തോഷിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം. ഇവിടെ ഇച്ചിരി ഒരു പ്രശ്നം വന്നാൽ പിന്നെ ബൈബിളും മാറ്റി വെച്ച് പ്രാർത്ഥന, ഇന്ന് ഞാൻ പ്രാർത്ഥനയെ കയറുന്നില്ല. എന്തിനാ ഞാൻ പ്രാർത്ഥിക്കുന്നത്? എന്തിനാ ഞാൻ ദൈവത്തെ വിളിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് പലപ്പോഴും നമ്മൾ പ്രാർത്ഥന മാറ്റി വെക്കാറില്ലേ? അവരോട് പൗലോസ് പറയും ഇടവിടാതെ. അപ്പോൾ ബഹു കഷ്ടം വരുമ്പോൾ പ്രാർത്ഥന കുറയ്ക്കരുത്, പ്രാർത്ഥന അങ്ങോട്ട് കത്തിച്ചോണം. യേശുവിൻ്റെ നാമത്തിൽ അപ്പോഴാണ് കൂടുതൽ വചനം പറയേണ്ടത്. ആമേൻ. നമ്മൾ തളർന്നു പോകുമ്പോഴല്ലേ ഗ്ലൂക്കോസ് കയറ്റുന്നത്, അല്ലേ? അതേപോലെ തന്നെ നമ്മൾ തളർന്നു പോകുമ്പോഴാണ് കൂടുതൽ വചനം പറയേണ്ടത്, കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് അപ്പോഴാണ്. ചിലത് അപ്പോഴാണ് പ്രാർത്ഥന ഇട്ടേച്ച് പോകുന്നത്. ആമേൻ. ഇന്ന് നോക്കിയേ, എല്ലാറ്റിലും സ്തോത്രം ചെയ്യുവൻ, താങ്ക്സ് ഗീവിങ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ആത്മാവിലാണ് നിങ്ങൾക്ക് വചനം കയറിയതെങ്കിൽ നിങ്ങൾക്കൊരു പ്രതിസന്ധി വരുമ്പോൾ ഈ വചനം നിങ്ങൾക്ക് ബലം തരും. ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് ഞാൻ ഈ പ്രശ്നം വരുമ്പം എല്ലാം വീണു പോകുന്ന ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് കേട്ടോ. എൻ്റെ മനസ്സിൽ അങ്ങനെയായിരുന്നു എൻ്റെ ചിന്ത. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ അകത്തോട്ടിങ്ങനെ ഇടിച്ചു കയറ്റുന്ന ഈ വചനം ആരാന്നറിയാവോ? ഒരു പ്രതിസന്ധി വരുമ്പോൾ ചാടി ആക്റ്റീവ് ആകും. നമ്മുടെ ആത്മാവിനെ അങ്ങോട്ട് ബലപ്പെടുത്തിയിട്ട് ആ വചനം നമ്മളെ ഒരു വലിയൊരു പില്ലർ പോലെ നിർത്തും. എത്ര കൊടുങ്കാറ്റടിച്ചാലും താഴെ വീഴാതെ നിങ്ങളെ നിർത്തും. ഇതാണ് ആത്മാവിൽ വചനം കയറിയാൽ. പക്ഷെ മനസ്സിലാണ് കയറുന്നതെങ്കിൽ നിങ്ങൾ തളർന്നു പോകും. അപ്പം തളർന്നു പോകുമ്പോൾ മനസ്സിലാക്കണം, ഞാൻ കേട്ടത് മുഴുവൻ പിടിച്ചെടുത്തത് മനസ്സിലാണ്. മനസ്സിൻ്റെ പ്രത്യേകത സാഹചര്യവുമായിട്ട് ഇതിങ്ങനെ എപ്പോഴും തുലാസിൽ എങ്ങനെ ഒന്നുകൂടെ നിങ്ങൾക്കത് മനസ്സിലാകുന്ന പോലെ ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നിങ്ങൾക്കത് കൺഫ്യൂഷൻ ആകണ്ട. സംഖ്യാപുസ്തകത്തിലേക്ക് വരാം. ഇവിടെ നിങ്ങൾ നോക്കിയേ, എങ്കിലും അവരോട് കൂടെ പോയിരുന്ന പുരുഷന്മാർ ആ ജനത്തിൻ്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയത്തില്ല, അവർ നമ്മളിലും ബലവാന്മാരാകുന്നു എന്നവർ പറഞ്ഞു. ഞാൻ ചോദിച്ചോട്ടെ, ഈ പറഞ്ഞ ആള് ലൂസിഫർ ആണോ അതോ ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട ദൈവത്തിന്റെ ജനം തന്നെ ആണോ? ഇവത്തിൽ ഏത് കൂട്ടരാ ഇവര്? യഹോവയുടെ കൂട്ടരാണോ ലൂസിഫറിന്റെ ആൾക്കാരാണോ? കണ്ടോ, ഇന്നലെ വരെ യേശു നല്ലവൻ, യഹോവ നല്ലവൻ, വല്ലവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാട്ട് പാടിയ ആൾക്കാരാണ്. യഹോവ നല്ലവൻ എന്ന് രുചിച്ചതെന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടിയ അതേ ആൾക്കാർ പറഞ്ഞ് നമ്മളെ കൊണ്ടൊന്നും കഴിയാൻ പോകുന്നില്ല. എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ പറയാൻ പറ്റിയത്? ഇവരുടെ മനസ്സിലാണ് വചനം കയറിയത്, ആത്മാവിലല്ല. അതെങ്ങനെയാ ബ്രദറെ മനസ്സിൽ കയറിയെന്ന് ബ്രദർ ഇത്രയും തറപ്പിച്ചു പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനസ്സ് പേടിച്ച ഒരു വിഷയം വന്നപ്പോൾ വചനം കളഞ്ഞുപോയി. അത്രയും നേരം കനാൻ പാലും തേനൊഴുകും ദേശം എന്നൊക്കെ പറഞ്ഞ് ഓടിപ്പോയി നോക്കിയവരാണ്. പക്ഷെ മനസ്സിൻ്റെ അകത്തൊരു ഭയം വന്നപ്പം അവരതെല്ലാം മറന്നു. അപ്പം മനസ്സിൽ കയറിയ വചനം. അതുകൊണ്ടാണ് ലൂക്കോസ് ലീഹായുടെ സുവിശേഷത്തിൽ ഒരു വാക്യമുണ്ട്, ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വചനത്തെ പിശാച് വന്ന് എടുത്തുകൊണ്ട് പോകും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് മനസ്സിൽ കയറിക്കൂടിയ വചനമാണ്. ഇതെന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു സാഹചര്യം വരുന്ന സമയത്ത് ചാടിപ്പോവും. പക്ഷെ ആത്മാവിൽ എങ്ങനെ പിടിക്കുന്നത് വചനത്തെ? അത് പറഞ്ഞിട്ട് നമുക്ക് പോവാം. ആത്മാവിൽ പിടിക്കുക എന്ന് പറഞ്ഞാൽ പ്രതികൂലങ്ങളെയും സാഹചര്യങ്ങളെയും മൈൻഡ് ചെയ്യാതെ കർത്താവിൻ്റെ വചനത്തെ വിശ്വസിച്ചുകൊണ്ട് ഏറ്റുപറഞ്ഞുകൊണ്ട് ഇന്ന് ആ വചനം വിശ്വാസ കണ്ണുകൊണ്ട് അത് പറയുകയും കാണുകയും ചെയ്തുകൊണ്ട് മറ്റേതിനെ മൈൻഡ് ചെയ്യാതിരിക്കുക. അത് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ കർത്താവിൻ്റെ നാമത്തിൽ ഒന്ന് ആരംഭിച്ചാൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെയുള്ളവർക്ക് എന്ത് സൗകര്യം എന്നറിയോ? അങ്ങനെയുള്ളവർ എപ്പോഴും കൂടുതൽ സമയവും കൂട്ടായ്മയിലും പ്രാർത്ഥനയിലും ശക്തിപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരാണ്.
നിങ്ങളുടെ ആത്മാവിലാണ് വചനം വന്നെങ്കിൽ ഞാൻ പറയാം. ഇപ്പം ഉദാഹരണം പറയാം, ഇതെനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ചും കൂടെ ടൈം തരണേ. നിങ്ങളിപ്പോൾ ആത്മാവിൽ കേട്ട വചനമാണെങ്കിൽ, നിങ്ങളിപ്പോൾ വചനം കേട്ട് ഒരു പ്രാർത്ഥന കണ്ടു, പിന്നെ നിങ്ങൾക്ക് പിന്നെ ഒരാഴ്ച നിങ്ങൾ ജോലി തിരക്കും മറ്റുമൊക്കെ ആയിരിക്കും, നിങ്ങൾക്ക് പിന്നെ പ്രാർത്ഥിക്കാനൊന്നും തോന്നുന്നില്ല. ഓ, എന്നാ പ്രാർത്ഥിക്കാനാ, എന്നാ പാടാനാ, അടുത്ത ഞായറാഴ്ച പ്രാർത്ഥന കൊണ്ട് പോയേക്കാം. ഇതാണ് ആത്മാവിൽ കയറിയവർ, മനസ്സിൽ കയറിയവർ. ആത്മാവിൽ കയറിയവൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വചനം എങ്ങനെയെങ്കിലും ഒന്ന് നിവൃത്തി കാണാൻ വേണ്ടി ഭയങ്കര ബദ്ധപ്പാടുണ്ടാവും. ഈ വ്യക്തി ഓടിച്ചില്ലെന്ന് മുഴുവൻ എവിടെയെങ്കിലുമൊക്കെ പ്രാർത്ഥന ഉണ്ടോ എന്ന് അന്വേഷിക്കും. ഏതെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയാൽ ചാടി വരും. എന്തെങ്കിലുമൊക്കെ വിശ്വാസത്തിൻ്റെ വാക്ക് കേൾക്കുന്നിടത്ത് ഓടിച്ചെല്ലും. ഇതാണ് ആത്മാവിൽ കയറിയവൻ. മറ്റവനൊരു ഒരു പ്രസംഗം കേട്ടാൽ, ഒരു വചനം കേട്ടാൽ, ചില കണ്ടിട്ടില്ലേ ബ്രദറെ, ഞാൻ നേരത്തെ പണ്ട് ബ്രദറിനൂടെ വചനം കേട്ടിട്ടുള്ളതാണ്. എന്നാ വചനം കേട്ടേക്കുന്നത്? 2001 എനിക്കറിയത്തില്ല, 2012 എനിക്കറിയത്തില്ല. ഇപ്പം കാലം എത്ര? 2025 കണ്ടോ. ഇത്രയും കാലം എവിടെയായിരുന്നു? ഞാൻ തിരക്കായിരുന്നു. പക്ഷെ ആത്മാവിൽ കയറിയവന് ടെൻഡൻസി ഉണ്ടാകും, പ്രാർത്ഥിക്കുവാൻ പ്രേരണയുണ്ടാവും. മഹാകഷ്ടത്തിലാണെങ്കിൽ പോലും പാട്ട് പാടാൻ തോന്നും. ഭയങ്കര പ്രശ്നമാണ്, ഒരു സാധ്യതയും കാണുന്നില്ല. പക്ഷെ എന്നാലും കുറച്ചുകൂടെ ബൈബിൾ ഒന്ന് വായിച്ചാലോ, 2 വിശ്വാസത്തിൻ്റെ വാക്ക് പറയും. ടെൻഡൻസി വരുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ആളിക്കത്തിക്കണം. കാരണം എന്നറിയാവോ, ആ കയറിയ വചനം നിങ്ങളുടെ പ്രതികൂലത്തെ ഉടച്ചു കളയും. അല്ലാത്ത വ്യക്തിക്ക് തോന്നത്തില്ല. ആത്മാവിൽ കയറിയവൻ പറയും, ഓ, കൈയെടുത്ത് താടിക്ക് കൊടുത്തിട്ട് പറയും, ഓ, എന്നാ ചെയ്യാനാ, പ്രാർത്ഥിച്ചിട്ടും അങ്ങോട്ടങ്ങും ശരിയാകുന്നില്ല, ഒന്ന് ക്ഷീണിച്ചു പോവുക. അത് ആത്മാവിൽ കയറിയതുകൊണ്ടാണ്, മനസ്സിൽ കയറിയതുകൊണ്ടാണ്. ആത്മാവിൽ കയറിയവൻ പാട്ടുപാടും, ആത്മാവിൽ കയറിയാൽ വചനം പറയും, ആത്മാവിൽ കയറിയാൽ ഭയങ്കര ഒരു ടെൻഡൻസിയാണ്. കർത്താവിൻ്റെ നാമത്തിൽ മനസ്സ് തളരുമ്പോഴും, നമ്മുടെ ശരീരം തളരുമ്പോഴും, പ്രതീക്ഷ അറ്റുപോകുമ്പോഴും, മനസ്സ് തകരുമ്പോഴും, ഭയം വരുമ്പോഴും, പേടി വരുമ്പോഴും, മഹാകഷ്ടം വരുമ്പോഴും, സകല സാഹചര്യങ്ങളും വിരോധമാകുമ്പോഴും അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ പ്രേരണയുണ്ടാവും. എവിടെയെങ്കിലുമൊക്കെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ പോയി ഒന്ന് ബലപ്പെടാൻ ടെൻഡൻസി ഉണ്ടാകും. മറ്റവരുടനെ എന്ത് ചെയ്യും? യൂദയെ പോലെ കയറെടുക്കാൻ വേണ്ടി പോകും. ഇതാണ് ആത്മാവിൽ കയറുന്നവനും. അതുകൊണ്ടാണ് തെസ്സലോനിക്ക ലേഖനത്തിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്, സന്തോഷിക്കണം, എപ്പോഴും സന്തോഷിക്കണം. എന്താ ഈ സന്തോഷമെന്ന് പറഞ്ഞാൽ? സന്തോഷമെന്ന് പറഞ്ഞാൽ ദൈവം തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഭാവി കാണാൻ പറ്റുന്നവനെ സന്തോഷിക്കാൻ പറ്റത്തുള്ളൂ. ചിലർ എന്തൊക്കെയാറില്ല, ബ്രദറെ ആരോ പറയുന്നത് ചൈനയിൽ എന്തൊക്കെയോ വൈറസ് പിന്നെയും കണ്ടുപിടിച്ചു, എനിക്കറിയത്തില്ല, ലോകം അവസാനിക്കാൻ വേണ്ടി പോകണം, ഇപ്പോഴേ ടെൻഷനാ. എന്നാൽ ഭാവിയിൽ എൻ്റെ ദൈവം എനിക്ക് സകലതും നന്മയാക്കി മാറ്റുമെന്ന് വിശ്വാസമുള്ളവൻ ഇന്ന് സന്തോഷിക്കും. അവന് കൊറോണ വന്നാലും, അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വൈറസ് വന്നാലും, എന്നാ കാര്യം വന്നാലും, എൻ്റെ ദൈവം 2026 നന്മയാക്കി എൻ്റെ ദൈവം മാറ്റും. ഇത് ആത്മാവിൽ കയറിയവൻ്റെ പ്രത്യേകത. അങ്ങനെ നിങ്ങൾക്ക് പറയാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട് ഈ ദിവസങ്ങളിൽ? അവർ മാത്രം ഉണ്ടെങ്കിൽ രാമയം പറഞ്ഞു, അങ്ങനെ ഉള്ളവർ. ആമേൻ. നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾക്ക് ആത്മാവിൽ വചനം കയറിയവരാണ്. ഇനി മനസ്സിൽ കയറിയതുകൊണ്ടാണ് പലപ്പോഴും ടെൻഷൻ ഉണ്ടാകുന്നത്. വചനം കേൾക്കുമ്പോൾ ടെൻഷൻ വരുന്നുണ്ട്. അപ്പോൾ ബ്രദറെ, ഇനി ഞാൻ എങ്ങനെ ഈ ആത്മാവിൽ കിടക്കുന്ന വചനത്തെ എങ്ങനെ മനസ്സിൽ കിടക്കുന്ന വചനത്തെ എങ്ങനെ ഉന്തി ആത്മാവിൽ കൊണ്ടുപോകുവാൻ പറ്റും? എളുപ്പമാണ്. വചനം പറയുമ്പം നിങ്ങളുടെ മുമ്പിലുള്ള സാഹചര്യത്തെ ഓർക്കരുത്. എങ്ങനെ ബ്രദറെ ഓർക്കാതിരിക്കാൻ പറ്റുന്നത്? എങ്ങനെ? നമ്മളിപ്പോൾ വലിയ പ്രതികൂലത്തിൻ്റെ അകത്ത്, നാളെ കടക്കാരൻ വന്ന് നിങ്ങളെ തല്ലിക്കൊല്ലാൻ വേണ്ടി നിൽക്കുക, വലിയ പ്രതികൂലത്തിൻ്റെ അകത്ത് നിൽക്കുക, വലിയ രോഗത്തിൽ നിൽക്കുക, വലിയ പ്രതിസന്ധി നിൽക്കുക, എന്തൊക്കെയോ വലിയ പ്രതികൂലത്തിൽ നിൽക്കുക, നാളത്തെ കാര്യം എന്താകുമെന്നോർത്ത് ഭയങ്കര ടെൻഷനാണ്. മനസ്സിങ്ങനെ അങ്ങോട്ട് ഭയപ്പെടുത്തുക. അപ്പോൾ എങ്ങനെയാണ് ഈ മനസ്സിൽ കിടക്കുന്ന വചനത്തെ ഉന്തി ആത്മാവിൽ ഇടാൻ പറ്റുന്നത്? ശ്രദ്ധിച്ചോണം. അങ്ങനെ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. നിങ്ങൾ നാളെ സംഭവിക്കാൻ വേണ്ടി പോകുന്ന കാര്യത്തെ ഓർക്കാതെ, ഇന്ന് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വലിയൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോവാം. ദൈവം നാളെ ചെയ്യുന്ന ദൈവമല്ല, ഇന്ന് ദൈവം ചെയ്യും. ദൈവം എപ്പോഴും ഞാൻ അത്ഭുത മന്ത്രിയാണ്. അപ്പോൾ അത്ഭുതം എനിക്ക് വേണ്ടി ഇന്ന് സംഭവിക്കും. എപ്പോൾ പ്രാർത്ഥിച്ചാലും ഇന്ന് പറഞ്ഞുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. ഇന്ന് ഞാൻ ദൈവപ്രവർത്തി കാണും, ഇന്ന് ഞാൻ ദൈവത്തിൻ്റെ അത്ഭുതം കാണും, ഇന്ന് എനിക്ക് വേണ്ടി വലിയൊരു മിറക്കിൾ കർത്താവ് തൊടും. ഞാൻ ഇന്ന് റീത്ത സഹോദരിയുടെ ഒരു സാക്ഷ്യം കേൾക്കാൻ ഇടയാത്തത്, ഞാൻ അതൊന്ന് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. റീത്ത സഹോദരി അഡ്ജസ്റ്റ് അയച്ചു കൊടുത്തതാണ് ആ സാക്ഷ്യം. ജസ്റ്റ് ഞാനൊന്നത് പ്ലേ ചെയ്യട്ടെ. ഞാൻ രാവിലെ ഒന്ന് കേട്ടത്, എനിക്കത് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല. ഒരു മിനിറ്റ്.
ഞാൻ ആ സാക്ഷ്യം അതിൻ്റെ അകത്തൊരു റീത്ത സഹോദരിയുടെ കൂടെ അവിടെ വീട്ടിൽ ജോലിക്ക് വന്നൊരു ഒരു 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 മിനിറ്റ്. അപ്പോൾ ആ സഹോദരിയുടെ ഒരു സാക്ഷ്യം ഇന്നലെ കർത്താവ് ചെയ്ത ഒരു സാക്ഷ്യമാണ്. അത് ദൈവം ചെയ്ത ഇന്നലെ നമ്മൾ കേട്ട ഒരു ആലോചനയുടെ അതിൻ്റെ ഒരു നിവർത്തി പോലെ തന്നെ ദൈവം റോഷൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റർ ഒന്നും കൂടെ എനിക്ക് ഒന്നും കൂടെ എനിക്കൊന്ന് ഫോർവേഡ് ചെയ്യാമോ? ഞാൻ എനിക്കത് മിസ്സായെന്ന് തോന്നുന്നു ആ ഒരു സാക്ഷ്യം. ഓക്കെ, കുഴപ്പമില്ല. നിങ്ങൾക്കത് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയണേ, ഞാൻ ഒന്ന് പ്ലേ ചെയ്യാം ജസ്റ്റ്. ബ്രദറെ, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് റീത്ത വിനോദാണ്. ഇന്ന് ഇതല്ല സിസ്റ്റർ, ഒന്നും കൂടെ എനിക്കൊന്ന് ഷെയർ ചെയ്തേ. ആ ഒരു സഹോദരി എന്ന എനിക്കൊന്ന് തമിഴ് സഹോദരിയാണോ അതോ ബാംഗ്ലൂരുള്ളതാണെന്ന് എനിക്കറിയത്തില്ല. ആ സഹോദരി ഷെയർ ചെയ്ത് ഒന്നും കൂടെ ഒന്ന് ഫോർവേഡ് ചെയ്തേ. ഉള്ളത് മിസ്സായെന്ന് തോന്നുന്നു. കന്നഡയല്ലേ? ഒന്ന് ഷെയർ ചെയ്തേ, ഒന്ന് സെൻഡ് ചെയ്തേ. അതൊന്ന് കേട്ടിട്ട് നമുക്ക് ഒരു കാര്യം ഒന്ന് അതിൻ്റെ അകത്ത് പറയാൻ വേണ്ടിയാണ്. ഈ പ്രവചനം എന്താണെന്നുള്ളതും പ്രവചന ആലോചനയുടെ ഒരു പ്രത്യേകത എന്താണെന്നുള്ളതും. ഓക്കെ, എനിക്കൊരു മിനിറ്റ്. ഓക്കെ, എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ കേൾപ്പിക്കാവേ. നിങ്ങൾക്ക് ഇത് കേൾക്കാൻ പറ്റുന്നുണ്ട്? കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു? ക്ലിയർ ആണോ? ഞാൻ കേൾപ്പിച്ച പ്ലേ ചെയ്ത ഓഡിയോ ക്ലിയർ ആണോ? ഓക്കെ, ഞാനത് ഒന്ന് കേൾപ്പിക്കാം. ഒരു മിനിറ്റ് ഒന്ന് കേൾപ്പിക്കാവേ. பெங்களூர்ல இருந்து நான் மங்களா பேசுறேன் பிரதர். ரீட்டா சிஸ்டரோட வீட்டில் நான் குக்கிங் வேலை செய்கிறேன். என் மருமகனுக்கு அரெஸ்ட் வாரண்ட் வந்துச்சு. நேற்று இமீடியட்ல அரெஸ்ட் பண்ணோன்னு நைட் நீங்கள் ப்ரேயரில் சொன்னீங்க ரோஷன்ன்ற பேரை ஆண்டவர் தொடுறாருன்னு. ரொம்ப நன்றி பிரதர். ஏசப்பாக்கு ரொம்ப நன்றி, கோடி நன்றி. இன்னைக்கு போலீஸ் ஃபோன் பண்ணிட்டு இன்னும் 10 நாள் டைம் கொடுத்துருக்காங்க. ரொம்ப தேங்க்ஸ் பிரதர். ஏசப்பாக்கு ஸ்தோத்திரம். എനിക്ക് വന്ന റീത്ത സിസ്റ്റർ, ഇത് തമിഴ് സിസ്റ്റർ ആണോ അതോ കന്നഡയാണോ? ഇത് സിസ്റ്റർ ബാംഗ്ലൂരാണ്. ഓക്കെ, അല്ല റീത്ത സൗകര്യം കേൾക്കുന്നുണ്ടോ സിസ്റ്റർ? എനിക്കത് സംസാരിക്കാൻ പറ്റുന്ന അന്തരീക്ഷം എനിക്ക് അറിയത്തില്ല. കന്നഡയെന്ന് കണ്ടോണാന്ന് ചോദിച്ചത്. ഓക്കെ, എൻ്റെ സിസ്റ്റർ പറയുന്നുണ്ട്. ആ സഹോദരി പറയുകയാണ്, ഇപ്പോൾ റീത സഹോദരിയുടെ വീട്ടിൽ ജോലിക്ക് വന്നാണ്. അപ്പോൾ ആ ഇന്നലത്തെ ഒരു പ്രവചനത്തിൽ ഇന്നലെ കേട്ടായിരുന്നു, റോഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നു, അവൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഈ സഹോദരി അവിടെ അത് കേൾക്കുന്നുണ്ടായിരുന്നു. സഹോദരിയുടെ മരുമോനാണ്, അറസ്റ്റ് വാറന്റ് നിൽക്കുവാണ്. അപ്പോൾ വലിയൊരു ഭാരത്തിലാണ് ഇരുന്നത്. പക്ഷേ ആ ഒരു പ്രവചന ആലോചന ഏറ്റെടുത്തു. പിറ്റേ ദിവസം തന്നെ ഒരു കോൾ വന്നു. 10 ദിവസവും കൂടെ അവരൊരു അനുമതി കൊടുത്തു, ഒരു സമയം കൊടുത്തു. അതായത് ഈ ആലോചന കേട്ടതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഒരു ഫോൺ കോൾ വന്നു. കർത്താവ് എന്നാലോചിച്ച് നോക്കിയേ, ഇവിടെ നമുക്ക് വല്ലോ ബാംഗ്ലൂരോ എവിടെയും എനിക്കറിയത്തില്ല സ്ഥലം, ആ മരുമകനെ പിടിച്ചേക്കുന്ന അറസ്റ്റ് വാറന്റ് വെച്ചിരിക്കുന്നതും പിടിക്കാൻ നിൽക്കുന്ന പോലീസുകാരുടെ അടുത്ത് നമുക്ക് വല്ല പിടിയുണ്ടോ? ഇല്ല. പക്ഷേ ആ പ്രവചനം, ദൈവത്തിൻ്റെ പ്രവചന ആലോചനയെ ആ സഹോദരി സാഹചര്യം നോക്കി അറസ്റ്റ് വാറന്റാണ്, നമുക്കറിയത്തില്ല എന്നാ വിഷയം, നമുക്കറിയത്തില്ലെങ്കിൽ പോലും അത് ദൈവത്താൽ ഒരു മിറക്കിൾ ആ കുടുംബത്തിൽ നമുക്കറിയത്തില്ല. ദൈവം അവരെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു, നമുക്കാർക്കും പിടിപാടില്ല. പക്ഷെ ആ പ്രവചനം അതെന്ന് വെച്ചാൽ ആ ഒരു 2 years ബാക്ക് കേസാണ്, 2 വർഷം മുമ്പുള്ള കേസാണെന്ന് റീത സൗരി ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ വിഷയത്തിൻ്റെ അകത്ത് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച് പിടിക്കാതിരിക്കുന്ന ആള് ഒറ്റ രാത്രി കൊണ്ട് വലിയൊരു ട്വിസ്റ്റ് ഉണ്ടായി. പെട്ടെന്ന് അവർ വിളിച്ചിട്ട് പറഞ്ഞു 10 ദിവസവും കൂടെ എന്ത് ചെയ്യാം. അപ്പം ആര് എവിടെ എന്ത് പ്രവർത്തിച്ചു, ആ രാത്രിയിൽ എന്ത് സംഭവിച്ചു, ഇന്നലെ കേട്ടതിൻ്റെ അകത്ത് എന്ത് സംഭവിച്ചു, ആ പ്രവചനത്തെ ചാടിപ്പിടിച്ചു. സാഹചര്യം നോക്കിയാൽ ഒരു രക്ഷയുമില്ല, വലിയ പ്രതികൂലമാണ്. പക്ഷെ സാഹചര്യം നോക്കിയില്ല. റോഷൻ എന്നുള്ള പേര് കർത്താവ് വെളിപ്പെടുത്തി അവൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിനെ ആമേൻ പറഞ്ഞ് വിശ്വസിച്ച് ഏറ്റെടുത്തപ്പോൾ അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ അറ്റസ്റ്റ്മെൻ്റ് ഉണ്ടായി. ആമേൻ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മളൊരു പ്രവചനം കേൾക്കുമ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഞാൻ ഈ ഒരു വചനവുമായിട്ട് ബന്ധപ്പെടുത്തി പറയാം. നമ്മൾ ആത്മാവിലേക്ക് അതിനെ ഉന്തിയിടേണ്ടത്. ഇന്നലെ വേണമെങ്കിൽ സഹോദരിക്ക് ചിന്തിക്കാൻ മേലെ, ബ്രദർ റോഷൻ എന്നൊക്കെ പേര് പറഞ്ഞ അറസ്റ്റ് വാറന്റും കിടക്കുക, ഇനിയിപ്പോൾ എന്നാ ചെയ്യാനാ? വേണ്ട. ആ ഒറ്റ രാത്രി നോക്കിക്കേ, ആ ഒറ്റ രാത്രി
ഇതാണ് അത്ഭുതത്തിൻ്റെ സമയം. നാളെയല്ല കേട്ടോ. നിങ്ങളുടെ മനസ്സിൽ നിന്നും വചനം ആത്മാവിലേക്ക് ഉന്തി വിടുവാൻ ഏറ്റവും നല്ല വഴി വചനം പറയും. ഇന്ന് ഞാൻ അത്ഭുതം കാണും. എപ്പോൾ വചനം പറഞ്ഞാലും, എപ്പോൾ വചനം വിശ്വസിച്ച് പറഞ്ഞാലും അത് ഇന്ന് നടക്കും എന്നുള്ള രീതിയിൽ പറയണം. ഇന്ന് ഞാൻ അത്ഭുതം കാണും എന്ന രീതിയിൽ പറഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ആത്മാവിന് അതിനെ റിസീവ് ചെയ്യാൻ കഴിയത്തുള്ളൂ. മനസ്സിലോട്ട് കൊടുത്താൽ കർത്താവെ ഞാൻ വചനമൊക്കെ പറയുന്നുണ്ട്, ദൈവമേ യേശുവെ രക്ഷിച്ചാൽ മതിയായിരുന്നു, അങ്ങനെയല്ല. ഇന്ന് ഞാൻ അത്ഭുതം കാണും. എപ്പോൾ വചനം പറഞ്ഞാലും ഇന്ന് 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 ഇങ്ങനെയാണ് നമ്മൾ ആത്മാവിൽ ആ വചനത്തെ കണക്റ്റഡ് ആകേണ്ടത്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ആ കുടുംബത്തെ എങ്ങനെ രക്ഷിച്ചാൽ മതിയായിരുന്നു, നാളെ ഒരു അത്ഭുതം നടക്കണം, ഇന്ന് ഞാൻ അത്ഭുതം കാണും, ഇന്ന് ഞാൻ അത്ഭുതം കാണും, ഇന്ന് ഇങ്ങനെ പറയുമ്പോഴാണ് ആത്മാവിലേക്ക് ആ വചനം സ്പ്രെഡാകുന്നത്. അപ്പം ദേഹം, ദേഹി, ആത്മാവ്, ഇത് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും നമുക്ക് ചിന്തിക്കുക. ഇപ്പോൾ ദേഹിയെ മാത്രമാണ് നമ്മളിന്ന് ചാടി പിടിച്ചേക്കുന്നത്, ആത്മാവിനെയും പിടിച്ചു. ഇനി ആത്മാവിനെയും, ദേഹം, ദേഹി, ആത്മാവല്ലേ? ആമേൻ. അപ്പോൾ ദേഹീനെയും ആത്മാവിനാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. അപ്പം ഭയം വരുന്നത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ്, ഭയപ്പെടുത്തുക. ഇന്ന് കേട്ടല്ലോ, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തിന് ഭയമുണ്ടായത്. സമയം പറക്കുവാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, എൻ്റെ കൂടെ ഇന്ന് എല്ലാവരും പ്രാർത്ഥിച്ച് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ, പരിശുദ്ധാത്മാവേ അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ, വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ. എൻ്റെ കൂടെ ഇന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഞാൻ കർത്താവ് എന്നെ ഒരു ഡൈനിങ് ടേബിൾ കർത്താവ് എന്നെ കാണിക്കുക. ആ ഡൈനിങ് ടേബിളിന് ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ മൊത്തം ഒരു 5 കസേരകൾ, 6 കസേരകൾ ഇട്ടിരിക്കുന്ന ഒരു ഡൈനിങ് ടേബിള് ഒരു ഭവനത്തിൻ്റെ അകത്ത് കർത്താവ് എന്നെ കാണിക്കുക. ഈ ഹോള് കഴിഞ്ഞാൽ ഹോളിൻ്റെ അവിടെ നിന്നൊരു ഭിത്തിക്കപ്പുറം, അടുക്കളയ്ക്കും ഭിത്തിക്കും ഇടയിൽ, ഈ ഒരു ഹോളിൻ്റെ അകത്ത്, അതായത് അടുക്കളയ്ക്കും ഹോളിനും ഇടയിൽ വരുന്ന ഒരു പോർഷനിൽ ഈ ഡൈനിങ് ടേബിൾ അവിടെ ഇരിക്കുന്നു. ഒരു എന്താ പറയുന്ന ഒരു പ്രത്യേകതരം ബ്ലൂ കളർ, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ എന്താ പറയുന്നത്, ബ്ലൂ അല്ലാത്തൊരു ഗ്രീനുമല്ല ബ്ലൂ അല്ലാത്തൊരു പീച്ച് കളർ, അങ്ങനത്തെ ഒരു കളർ വരുന്നുണ്ടല്ലോ, അങ്ങനത്തെ ടൈപ്പ് ഒരു കളർ, ഒരു പെയിൻ്റാണ് അതിനകത്ത് അടിച്ചിരിക്കുന്നത്. ബ്ലൂ അല്ല, ഗ്രീനും അല്ലാത്തൊരു പീച്ച് മോഡൽ കളർ, നമ്മൾ പെയിൻറ്റിൻ്റെ കളർ വരത്തില്ല, അങ്ങനത്തെ ഒരു പെയിൻറ്റ്, ആ ഒരു കളറ് പെയിൻറ്റ് ആ മുറിയിൽ അതിങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട്. ആ ഒരു ഈ ഡൈനിങ് ടേബിൾ ഇരിക്കുന്നതിനോട് ചേർന്ന് തന്നെ വലതുവശത്തായിട്ട്, അതായത് ഞാൻ കാണുന്നൊരു കാഴ്ച, ഈ ഓപ്പോസിറ്റ് ആയിട്ടിരിക്കുന്ന കസേര, ഓപ്പോസിറ്റ് ആയിട്ടിരിക്കുന്ന കസേരയിൽ നമ്മൾ ആ ഹോളിലോട്ട്, ഈ പറയുന്ന ഡൈനിങ് ടേബിളുള്ള ഹോളിലോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ കസേര ആദ്യം വലിച്ചിട്ടിരിക്കുന്ന കസേരയുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന കസേരയുടെ പുറകിലൊരു ജനലും കൂടെ ഉള്ള ഒരു ഭവനമാണ് കർത്താവ് കാണിക്കുന്നത്. ഞാൻ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത്, എപ്പോഴും വന്ന് ഞാൻ ഈ പറഞ്ഞ വലിച്ചിട്ട സീറ്റേൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു എന്ന് കർത്താവ് പറയുന്നു. ഇന്ന് ആരാണോ ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ഈ ചെയറിൽ വന്ന് എപ്പോഴും ഇരിക്കുന്ന വ്യക്തി, ഈ ചെയറിൽ സ്പെസിഫിക്കായിട്ട് ഈ ചെയറിൽ വന്ന് എപ്പോഴും ഇരിക്കുന്ന ആ വ്യക്തിയെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഒരു മിനിറ്റ്, ഈ പറഞ്ഞതെല്ലാം അടയാളം നോക്കിയോണം. അതെ എന്റെ വീട്ടിലുണ്ട്. ഈ പറഞ്ഞ പോലെയാണോ സിസ്റ്ററെ? അതെ 6 കസേരയുണ്ട്. ഒരു മിനിറ്റ്, ഈ പറഞ്ഞ വീടുമായിട്ട് ബന്ധപ്പെട്ട് ബെന്നി എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ബന്ധമുള്ള ആരാ? ബെന്നി എന്ന് പറയുന്ന വ്യക്തിയുള്ള ബെന്നിയുള്ള ആരാ? ബെന്നിയുണ്ട് എന്റെ വീട്ടിൽ. ഈ പറഞ്ഞ ഇതുമായിട്ടുള്ള ബെന്നിയുള്ള ഉണ്ട്. എന്നാ യേശുവിന്റെ നാമത്തിൽ ആ ചെയറിൽ വന്നിരുന്ന വ്യക്തി ആരാണ്? അതാ ചെയറിൽ വന്നിരിക്കുന്ന വ്യക്തി ആരാ? എപ്പോഴും ഞാൻ എപ്പോഴും ഇരിക്കുന്നു. ഇപ്പൊ അവിടെ ഇരിക്കുവാണോ? ആ ചെയറിൽ ഇരിക്കുവാണോ? ഇരിക്കുവാ. ഓ, കർത്താവിന് തൊടുവാകട്ടോ യേശുവിന്റെ നാമത്തിൽ. പരിശുദ്ധാത്മാവെ, ഇന്ന് കർത്താവ് എത്രത്തോളം. സിസ്റ്ററെ ഞാൻ ചോദിച്ചോട്ടെ, വീഡിയോ വല്ല ഓൺ ആക്കിയിട്ടുണ്ടോ? ഒരു മിനിറ്റ്, മ്യൂട്ട് ആക്കല്ലേ. ആ സിസ്റ്റർ മാത്രം മ്യൂട്ട് മാറ്റിക്കേ. വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടോ സിസ്റ്റർ? ഇപ്പൊ മ്യൂട്ടായി പോകുന്നത്. അതല്ല സിസ്റ്റർ, ഇപ്പൊ വീഡിയോ ഓൺ ആക്കി ഞങ്ങളെ വല്ലതും കാണിച്ചതാണോ ഈ കസേര ഇരിക്കുന്ന വല്ലോ? അല്ലല്ല, കാണിച്ചിട്ടില്ല. ഉറപ്പാണ്? ഉറപ്പാണ്. ഈ പറഞ്ഞ വീടിന്റെ അടയാളം മൊത്തം സിസ്റ്ററുടെ ഭവനവാ. ഈ പറഞ്ഞത് വീട് സിസ്റ്ററുടെ കേൾക്കുന്നുണ്ടോ സിസ്റ്ററെ? ഉറപ്പാണ്? എന്റെ വീട് തന്നെ. ഇനി ഈ പറഞ്ഞിരിക്കുന്ന കസേര തന്നെ ഇരിക്കുന്ന അല്ലേ?
ഈ കസേരയിലായിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇന്ന് ബ്ലസ് ചെയ്യുന്ന കർത്താവ്. ഇന്ന് ദൈവാത്മാവ് സംസാരിച്ചതുപോലെ എത്ര പേര് ആലോചന കേട്ടു. ഇന്ന് കർത്താവ് എത്രത്തോളം നമ്മളെ കാണുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ ബെന്നി എന്ന് പറയുന്ന വ്യക്തിയെ എന്നെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ബെന്നി എന്ന് പറയുന്ന വ്യക്തി ആ ഭവനത്തിലേക്ക് വരുന്നതായിട്ടും ബെന്നി എന്ന് പറയുന്നത് എന്റെ ഹസ്ബൻഡ്, എന്റെ നാത്തൂനാ. നാത്തൂനാണ് ബെന്നി. ബെന്നി. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ ഇന്ന് ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നപ്പോൾ അതൊരു അനുഗ്രഹ സാക്ഷ്യമായിട്ട്. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്ത്, മൈക്ക് എല്ലാവരും മ്യൂട്ട് ചെയ്ത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഒരുമിച്ച് മ്യൂട്ട് മാറ്റല്ലേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ആ സഹോദരി അനുഗ്രഹിക്കുന്ന സിസ്റ്റർ ഇന്ന് കർത്താവിൻ്റെ വലിയൊരു സ്പർശനം. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ആലോചന കേൾക്കുമ്പോൾ, പ്രവചനം കേൾക്കുമ്പോൾ മാനുഷിക ബുദ്ധിയിൽ ഇതൊക്കെ എങ്ങനെ ശരിയാകണമെന്നുള്ള ചിന്തയാണ് നമ്മുടെ ആത്മാവിൽ അതിനെ പിടിക്കുന്നത്, നമ്മുടെ മനസ്സിൽ പിടിക്കുന്നത്. ആത്മാവിലോട്ട് കൊണ്ട് എൻ്റെ ദൈവം എന്നെ കണ്ടു, എൻ്റെ കർത്താവ് എന്നെ സ്പർശിച്ചിരിക്കുന്നു, ഞാൻ വലിയ കാര്യങ്ങൾ കാണാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിത് പ്രാർത്ഥിക്കുന്നപ്പം ഞങ്ങളിപ്പോൾ തന്നെ ആത്മാവിൽ അതിനെ തൊടുന്നു. കർത്താവ് ഇന്ന് വലിയ കാര്യങ്ങളെ ചെയ്യുന്നല്ലോ, വലിയ പ്രവൃത്തികളെ കർത്താവ് ഇന്ന് ഭവനത്തിൻ്റെ മേൽ ചെയ്യുന്നല്ലോ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവെ അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് അങ്ങ് വെളിപ്പെടുത്തുന്നല്ലോ. വൻ കാര്യങ്ങളെ കർത്താവ് ഇന്ന് അവിടെ ചെയ്യുന്നല്ലോ, വലിയ പ്രവൃത്തികളെ ഇന്ന് കർത്താവ് അവിടെ ചെയ്യുന്നല്ലോ. വീണ്ടും പ്രാർത്ഥിച്ച് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. അതായത് കുറേ കാലങ്ങൾക്കായിട്ട് ആ വീടിൻ്റെ അകത്ത് ഈ പോത്തുകളെ കൊണ്ടുവന്ന് കെട്ടുന്ന ഒരു ഭവനം. പോത്തുകൾ, ഈ അറിയാലോ, ഇറച്ചിക്ക് കൊണ്ടുപോകുന്ന പോത്തുകളെ കൊണ്ടുപോയി കെട്ടി, ഞാൻ കാണുന്നൊരു കാഴ്ച, ഒരു തെങ്ങയിൽ ഇങ്ങനെ കെട്ടി പലപ്പോഴും ആ തെങ്ങിൽ പല പ്രാവശ്യമായിട്ട്, ഇപ്പോഴത് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ആ ഭവനത്തിൽ പലതവണ പോത്തുകളെ കൊണ്ടുവന്ന് തെങ്ങിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു ഭവനം, ഒരു പറമ്പ് കർത്താവ് എന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കുടുംബം കുറേ കാലങ്ങൾക്ക് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞാനിത് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം അങ്ങനെ ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പുറകുവശത്തായിട്ട്, ആ വീടിൻ്റെ പുറകുവശത്തായിട്ട് ചെറിയൊരു നട പോലെയുള്ള ഒരു ഭവനമാണ് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കാണുന്നൊരു കാഴ്ച, ആ കുടുംബത്തിലൊരു ആൺ തലമുറയ്ക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കുന്നതായിട്ട് പറയുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി ആ കുടുംബത്തിൻ്റെ മേൽ ദൈവം ഇന്ന് സ്പർശിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആൺ തലമുറയെ ദൈവം തൊടുന്നു. ആൺ തലമുറയെ കർത്താവ് ഇന്ന് പറഞ്ഞു. അത് എന്റെ വീടാ. അത് സിസ്റ്ററുടെ വീടാണോ? ഇപ്പൊ അങ്ങനെ ചെയ്യുന്നതാണോ അതോ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നതാണോ? ഇപ്പൊ എരുമിയുണ്ട്, നേരത്തെ പോത്തൊക്കെ ഉണ്ട്. 2 പോത്തുണ്ടായിരുന്നു, ഇപ്പൊ 4 എരുമിയുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന. സ്ഥലമൊക്കെ എങ്ങനെയാണോ പറഞ്ഞതുപോലെ? നട കയറിയ വീടും നട കയറി ഇങ്ങ കയറി വരണം. ഈ തലമുറയെ കർത്താവ് തൊടുവാന്നാ പറഞ്ഞത് യേശുവിന്റെ നാമത്തിൽ. പ്രത്യേകിച്ച് ആൺ തലമുറയെ കർത്താവ് ഇന്ന് തൊടുവാണ്, അവന്റെ ഭാവിയെ കർത്താവ് ഇന്ന് തൊടുവാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഇപ്പൊ പറഞ്ഞ സഹോദരി ഞാൻ കാണുന്നത്, ഈ ആൺ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രിൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി, ഇപ്പൊ ആ സഹോദരി ഒന്ന് മ്യൂട്ട് മാറ്റിക്ക്, ആ മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ പ്രിൻസ് എന്ന് പറയുന്ന ഒരു പേരുമായിട്ട് ബന്ധപ്പെട്ടൊരു വ്യക്തിയെ കർത്താവ് എന്നെ പെട്ടെന്ന് കാണിച്ചു. ആ മകനുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്നുണ്ടോ? അങ്ങനെ ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചു. അവനോട് ചോദിക്കുക ആരാണ് പ്രിൻസുമായിട്ട് ഇങ്ങനെ കർത്താവ് ഒരു കണക്ഷൻ കാണിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പാ പരിശുദ്ധാത്മാവ് ഇന്ന് വലിയൊരു കൈ കൊടുക്കുന്ന പ്രിൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തി വന്ന് കൈ കൊടുക്കുന്ന ഒരു കാഴ്ച. ഇനി അങ്ങനെ ഒരു വ്യക്തി ഇപ്പം ഇല്ലെങ്കിൽ ആ പേര് നോട്ട് ചെയ്ത് വെച്ചോണം. ദൈവം ഒരു വഴിത്തിരിവിന് വേണ്ടി കർത്താവ് അത് കണക്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കണം, മകനോട് ഇന്ന് തന്നെ ചോദിക്കണം. ഇല്ലെങ്കിൽ ആ പേര് കുറിച്ച് വെച്ചോണം. കർത്താവ് ഇന്ന് വലിയൊരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവ് ഇന്ന് ആ കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പോൾ അവരുടെ അതിരുകൾ വിസ്താരമാകട്ടെ. ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ എൻ്റെ കൂടെ പിന്നെയും പ്രാർത്ഥിച്ച കർത്താവ് ഞങ്ങളുടെ വലിയ കൃപ ഇന്ന് അവിടെ ചൊരിയുന്നല്ലോപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. മറ്റൊരു ഭവനം കൂടെ കർത്താവ് എന്നെ കാണിക്കുന്നു. അതായത് ഒരു പഴയ വീട് പൊളിച്ചു പണിതിട്ട് അതിൻ്റെ ഒരു വശത്തെ ഇടിഞ്ഞു പോയ ഭിത്തി അതേപോലെ തന്നെ ഇപ്പോഴും കംപ്ലീറ്റ് ആകാതെ ഇടിച്ച് കളഞ്ഞിട്ട് പകുതി ഇപ്പം തന്നെയുണ്ട്. പക്ഷേ ഇപ്പുറത്തെ വശം, വലതുവശം, ഇടതുവശത്താണ് ഈ വീട് ഇടിഞ്ഞ് പകുതി ഇരിക്കുന്നത്. വലതുവശത്ത് ഈ വീട് പണിത് ചേർത്ത് വെച്ചിരിക്കുന്നു. പക്ഷെ ആ പോർഷൻ അവിടെ തന്നെ കിടക്കുവാണ്. ആ വീട് പുതുക്കി പണിയുന്ന സമയങ്ങളിൽ ഞാൻ കാണുന്നൊരു കാഴ്ച, വലിയൊരു പ്രശ്നം 2016 ബന്ധപ്പെട്ട് വലിയൊരു സങ്കടം ആ കുടുംബത്തിൻ്റെ അകത്ത് ഉണ്ടാകാൻ ഇടയായി തീർന്നു. എന്നാൽ അതിൽ നിന്നൊക്കെയും കരകയറി പലപ്പോഴും വന്നുവെങ്കിലും ഈ ഭവനത്തിൻ്റെ പണി കംപ്ലീറ്റ് ആക്കാൻ കഴിയാതെ പലപ്പോഴും ഭാരപ്പെടുവാണ്. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നെ കാണിക്കുന്നു 2016 മുതൽ കയറിക്കൂടിയൊരു തടസ്സം
ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനം വിട്ട് ഒഴിയുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രതിസന്ധി മാറട്ടെ, ആ ഞെരുക്കം മാറട്ടെ, ആ വെല്ലുവിളി കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോട്ടെ. ആരാന്ന് വെച്ചാൽ സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ ഭവനത്തിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചാൽ ഞാൻ അനുഗ്രഹിച്ചു, എൻ്റെ കുടുംബത്തെ ഞാൻ അനുഗ്രഹിക്കുന്നത് പറയുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വിശാലമായ പ്രവർത്തികളെ കർത്താവ് ഇന്ന് അവിടെ തുറക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിച്ചു ബ്ലസ് ചെയ്യുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ മഹത്വം ഇന്ന് കർത്താവ് അവിടെ ചെയ്യുന്നല്ലോ. അതോടൊപ്പം തന്നെ ഞാൻ ഈ പഴയ ഒരു വീടിൻ്റെ പുറകുവശം, അതായത് ഒരു വലിയൊരു പുളിമരം നിൽക്കുന്ന ഒരു വീടിൻ്റെ പുറകുവശം, അതിലിങ്ങനെ ഓടുകൾ ഇങ്ങനെ പുറകിൽ, പഴയ നാട്ടിൽ നമ്മളെ ഓടുണ്ടല്ലോ, ഓടിങ്ങനെ വീടിൻ്റെ പുറകുവശത്ത് അടുക്കി വെക്കുകയും അതിൻ്റെ തൊട്ട് പുറകിലായിട്ടൊരു പുളിമരം നിൽക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു കാഴ്ച കാണുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, പലരെയും ഇന്ന് ഞാൻ കാണുന്നൊരു കാഴ്ച, ആ ഭവനത്തിൻ്റെ അകത്ത് എപ്പോഴും ഒരു നനഞ്ഞ അവസ്ഥയിലാണ്. എപ്പോഴും ഒരു നനഞ്ഞ അവസ്ഥയെന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താ പറയുന്നത്, നമ്മൾ ഈ നനഞ്ഞ് വരുമ്പോൾ നമ്മുടെ മനസ്സിൻ ശരീരമൊക്കെ നമുക്ക് ഭയങ്കര ഒരു മൂകതയുടെ ഫീലിംഗ് ഇല്ലേ, അങ്ങനത്തെ ഒരു നനഞ്ഞ അവസ്ഥയിൽ ഇരിക്കുന്ന പോലെ ഒരു കുടുംബത്തിൻ്റെ ഒരു മനോനിലയാണ് അവിടെ കാണിക്കുന്നത്. എപ്പോഴും സന്തോഷിക്കാൻ കഴിയാതെ, എപ്പോഴും ഭാരവും പ്രയാസവും ഏതെങ്കിലുമൊക്കെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഒരു ഭവനമാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ വ്യക്തി ആരാണോ അത് യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്താട്ടെ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് അവിടെ സംഭവിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തികളെ അങ്ങോടെ തുറക്കുന്നു. പറയാൻ വേണ്ടിയാണല്ലോ സിസ്റ്റർ മ്യൂട്ട് മാറ്റിയത്. ഞങ്ങളുടെ വീട് എന്റെ വീട്, അതെ എന്റെ വീടാ. സിസ്റ്ററുടെ വീടാണ് ഈ പറഞ്ഞ അടയാളം ഉള്ളത്. എന്റെ വീടത് ഓട് അടക്കി വെച്ചിട്ടുണ്ട് അതിർത്തിയില്. പിന്നെ അവിടെ വലിയൊരു പുളിമരം ഉണ്ട്. ഓ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവിന് തൊടുക കേട്ടോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പാ. പരിശുദ്ധാത്മാവെ അങ്ങയുടെ വലിയ കൃപയ്ക്കായി ഇന്ന് അവിടെ തൊടുന്നല്ലോപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഞാൻ സിസ്റ്ററെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം കർത്താവ് എന്നെ പയസ്സെന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിലേക്ക് ഒരു അനുഗ്രഹ വാർത്തയായിട്ട് അയക്കുന്നു. പയസ്സെന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇങ്ങനെ അയക്കുന്നു പറഞ്ഞു. അതിങ്ങനെ ഒഫീഷ്യൽ പേരാണോ വിളിപ്പേരാണോ എനിക്കറിയത്തില്ല. പയസ്സെന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ്, ആ വ്യക്തിയല്ല അനുഗ്രഹം, അങ്ങനെ ഒരു വ്യക്തിയെ കർത്താവ് നിങ്ങളുടെ കുടുംബത്തിലോട്ട് ദൈവം അയക്കുവാൻ വേണ്ടി പോകുന്നു. ആ പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ആ ഭവനത്തിൻ്റെ മേലുണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ദൈവപ്രവൃത്തി അവിടെ ഉണ്ടായി വരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഹല്ലേലൂയ. കർത്താവെ അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് അവിടെ വെളിപ്പെടുന്നല്ലോ. അപ്പോൾ ഞാനൊരു ഡ്രേയിൽ, കർത്താവ് എന്നെ കാണിക്കും, ഒരു ഡ്രേയിൽ ഒരു വീടിൻ്റെ അകത്തൊരു ഡ്രേ വെച്ചിട്ട് ആ ഡ്രേക്കകത്തൊരു 4 കമ്മലുകൾ ഊരി വെച്ചിരിക്കുന്ന ഒരു ഭവനത്തെ, 4 കമ്മലുകൾ ഒരു ഡ്രേയിൽ, ചെറിയൊരു ഇങ്ങനെ കുഞ്ഞു ഡ്രേ ഉണ്ടല്ലോ, ഒരു ഡ്രേയിൽ ഇങ്ങനെ 4 കമ്മലുകൾ ഊരി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഇത് ഒരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഇതൊരു വ്യക്തിയുടെയാണ് കർത്താവിനോട് പറയുന്നു. ഈ 4ഉം ഒരു വ്യക്തിയുടെയാണ്. പക്ഷേ ഇപ്പം അത് 4ഉം ഊരി വെച്ചിരിക്കുകയാണ്, മറ്റൊന്നാണ് വെച്ചിരിക്കുന്നത്, ഉപയോഗിക്കുന്നത്. ഈ 4ഉം അതേപോലെ തന്നെ ഊരി വെച്ചിരിക്കുന്നു. ഈ വ്യക്തിയെ കർത്താവ് ഇങ്ങനെ എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു സഹോദരിയും കൂടെ ഈ വ്യക്തിക്കുണ്ട്. ദൈവം ഇന്ന് ഈ വ്യക്തിയെ കർത്താവ് തൊടുകയും ഈ സഹോദരിയോട് പറയുവാൻ തക്കവണ്ണം ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റിയത്. അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ഇന്ന് ആ സഹോദരിയുമായിട്ട് ബന്ധപ്പെട്ട്, സിസ്റ്ററാണോ? ഇതിന് 4 കമ്പൽ തന്നെ വെച്ചേക്കുന്നേ. മ്യൂട്ടായി പോയ, കേൾക്കുന്നുണ്ടോ? 4 ജോഡി സിസ്റ്ററുടെ ആണത് വെച്ചിരിക്കുന്നത്. ഞാൻ കാണുന്നൊരു, കേൾക്കുന്നുണ്ടോ സിസ്റ്റർ? ഞാൻ കാണുന്ന ഒരു സഹോദരിയോട് ഇങ്ങനെ സംസാരിക്കുകയും വിഷമങ്ങൾ പറയുകയും ചെയ്യുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഒരു സഹോദരിയോട്, അത് സ്വന്തം സഹോദരിയാണ് എനിക്ക് അറിയത്തില്ല, പക്ഷേ സഹോദരിയാണ്, ഒരു ബന്ധമാണത്, ഒരു ബന്ധമാണ് കാണിക്കുന്നത്.
കർത്താവ് ഇന്ന് ആ വ്യക്തിയോട് പറഞ്ഞ ഭാരപ്പെട്ട വിഷയങ്ങളെ ദൈവം അത്ഭുതകരമായി സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നെന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചാട്ടെ. കർത്താവ് ഇപ്പോൾ തന്നെ അത്ഭുതത്തിൻ്റെ സമയമാണല്ലോ. ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന പാതിരുകൾ വിസ്താരമാക്കുന്ന നല്ല കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നു. വൻ കാര്യങ്ങൾ തുറന്നു വരട്ടെ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ എൻ്റെ കൂടെ ഇന്ന് പറഞ്ഞ് യേശുവിൻ്റെ രോഗത്തെ വഹിച്ചതാണ്, യേശുക്രിസ്തുവിൻ്റെ വേദനയെ ചുമന്നതാണ്, കർത്താവിൻ്റെ സകല ബുദ്ധിമുട്ടുകളെയും ക്രൂശിലേറ്റതാണ്, കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തിൻ്റെ അത്ഭുതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, കർത്താവ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട്, ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട്, ഇപ്പോൾ ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് കർത്താവെ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ ദൈവം വൻ കാര്യങ്ങളെ ചെയ്യുന്നല്ലോ അപ്പാ. നന്ദി കർത്താവെ, നന്ദി കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിന്ന് ബ്ലസ് ചെയ്യുന്നപ്പോൾ കർത്താവെ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നല്ലോ. ഈ സമയത്ത് ആ വേദനയുള്ള ഭാഗത്ത് കൈവച്ച്, ആ രോഗത്തിൻ്റെ മേൽ കൈവച്ച്, എന്നിട്ട് പറഞ്ഞ് എൻ്റെ യേശു എൻ്റെ രോഗത്തെ അനുഭവിച്ചതാണ്, എൻ്റെ കർത്താവ് എൻ്റെ വേദനയെ അനുഭവിച്ചതാണ്. ഏത് ബുദ്ധിമുട്ട്, ഞരമ്പോ അസ്ഥിയോ ബ്രെയിനിലോ രക്തത്തിലോ ക്യാൻസറോ ട്യൂമറോ എന്തുമായിക്കോട്ടെ, കൈവച്ചിട്ട് പറ, യേശു ഇത് അനുഭവിച്ചത് കൊണ്ട് ഞാനിത് അനുഭവിക്കേണ്ട കാര്യമില്ല. സൗഖ്യം എൻ്റെ അവകാശം, പറ, സൗഖ്യം എൻ്റെ അവകാശമാണ്, അത്ഭുതം എൻ്റെ അവകാശമാണ്. ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നുണ്ട്, ഇതെല്ലാം എൻ്റെ അവകാശമാണ്. ഞാൻ അത്ഭുതത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നു. ഇപ്പോൾ വേദനകൾ നിങ്ങളുടെ ശരീരം വിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ എന്താണോ ചെയ്യുവാൻ കഴിയാത്തത് ചെയ്യുക. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ ഇപ്പോൾ കാണുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ അത്ഭുതകരമായ സൗഖ്യം, ഓപ്പറേഷനുകൾ മാറിപ്പോകട്ടെ. കർത്താവെ, മരുന്ന് തുടർച്ചയായി കഴിക്കുന്നവർ അത് കർത്താവെ ഇനി ഒരിക്കലും കഴിക്കാതെ വന്ന രോഗം പൂർണ്ണമായി ശരീരത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. കിടക്കമേൽ കിടക്കുന്നവർ ചാടി എണീക്കട്ടെ. മുടന്തൻ തുള്ളും, ചെകിടൻ കേൾക്കും, ഊമൻ സംസാരിക്കും, മരിച്ചവൻ ഉയർപ്പിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ശക്തിക്കായി നന്ദി പറയുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് പ്രാർത്ഥിച്ചെന്ന് അനുഗ്രഹിക്കുന്നപ്പോൾ അത്ഭുതത്തിന് നന്ദി, അത്ഭുതത്തിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യം പറയാനുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള സമയമാണ്. ഇന്നൊരു നിമിഷം കർത്താവിൻ്റെ വേലയിൽ വിതച്ചവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ വിതച്ച ഓരോന്നായിക്കോ നിങ്ങളുടെ നന്മയിൽ നിന്നും മാറ്റിവെക്കുന്നത്, ഓരോ മാസവും മാറ്റിവെച്ച് കർത്താവിൻ്റെ വേലയിൽ വിതയ്ക്കുന്നവരുണ്ട്, അല്ലാതെ വിതയ്ക്കുന്നവരുണ്ട്, ദിവസവും കർത്താവിൻ്റെ വേലയിൽ വിതയ്ക്കുന്നവരുണ്ട്. ഞാൻ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വരാൻ പോകുന്ന എല്ലാ മീറ്റിങ്ങുകളെയും പിന്നെയും മുന്നോട്ട് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കർത്താവിൻ്റെ വേലയിൽ കൊടുക്കുന്നവൻ, ബൈബിൾ പറയുന്ന പോലെ വിതയ്ക്കുന്നവൻ കൊയ്യും. ഇന്ന് നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ ബൈബിൾ പറയുന്ന പോലെ നിൻ്റെ അധ്വാനം നീ തന്നെ ഭക്ഷിക്കും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. യേശുവിൻ്റെ നാമത്തിൽ ഒരു പാഴ്ചെലവുകളും തൊടാതെ വണ്ണം നന്മ അനുഭവിക്കട്ടെ, നന്മ അനുഭവിക്കട്ടെ. ആ ജോലിയിൽ വർധനമുണ്ടാകട്ടെ, ബിസിനസ്സിൽ വർധനമുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ബൈബിൾ പറയുന്നത് പോലെ നീ വാരി വിതറി ദരിദ്രന് കൊടുക്കും, നീ വായ്പ വാങ്ങുകയില്ല. നന്മയും കരുണയും നിൻ്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരും എന്ന വചനത്താൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് ഓരോരുത്തരെയും ബ്ലസ് ചെയ്യുന്നല്ലോ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേ. നമുക്ക് ഒരുമിച്ച് പോകാം. എപ്പോഴും പറഞ്ഞ പോലെ ഒരേപോലെ ഒരേ ആലോചന വെളിപ്പെട്ടവരെ നിങ്ങൾ എടുത്തു പറയേണ്ട കാര്യമില്ല. ഒരാൾ പറയുമ്പോൾ നിങ്ങളത് വിശ്വസിച്ചാൽ മതി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള സമയമാണ്. പെട്ടെന്ന് തന്നെ ചുരുക്കം വാക്കുകളിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. ബ്രദറെ, എനിക്കൊരു സാക്ഷിയുണ്ട്. പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, ആഗസ്റ്റ് മാസത്തില് ബ്രദറ് തൃശ്ശൂര് പ്രയറിന് വന്നപ്പോ ഞാൻ അവിടെ വന്നിരുന്നു. അന്ന് ബ്രദറ് എന്റെ മകൻ ജിതിന്റെ പേര് വെളിപ്പെടുത്തിയിട്ട് പറഞ്ഞു, അവനെ ദൈവം കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് തൊട്ട് ഞാൻ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവന് 31 വയസ്സുണ്ട്. അപ്പൊ അവന്റെ വിവാഹക്കാര്യം ആലോചിക്കുന്നുണ്ടായിരുന്നു. അത് പറഞ്ഞതിന് ശേഷം സെപ്റ്റംബർ മാസത്തില് അവന്റെ ആ പെൺകുട്ടിയെ കാണാനും വിവാഹം ശരിയാവാനും ഇടയായി. ഇപ്പൊ ജനുവരി 30 അത്ഭുതകരമായിട്ട്, ഞങ്ങൾ ഹിന്ദുക്കളാണ്, പക്ഷെ ക്രിസ്ത്യൻ രീതിയിൽ ആ വിവാഹം അനേകർക്ക്, ഒരു 750 ആൾ ആ വിവാഹത്തിന് വന്നു ചേർന്നു. അവരെല്ലാം യേശുവിനെ അറിയാനും ആ സംസാരം അവിടെ യേശുവിലാണ് ഞങ്ങളെന്ന് അറിയാനും ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണെന്നൊക്കെ കേൾക്കാൻ ഞങ്ങൾക്ക് ഇടവന്നു. അതൊരു വലിയ സാക്ഷിയായിട്ട് ഞാൻ ഇവിടെ പറയാണ് ബ്രദറെ. ആമേൻ. തീർച്ചയായിട്ടും ബ്രേസ് പറഞ്ഞത് തൃശ്ശൂർ സിസ്റ്റർ വന്നപ്പോഴാണ് മകന്റെ പേര് കർത്താവ് വെളിപ്പെടുത്തിയത് അല്ലേ, അവനെ തൊടാൻ പോവാന്ന് പറഞ്ഞത്. അതെ അതെ. അതുപോലെ സിസ്റ്റർ ഞങ്ങളുടെ പേര് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? മോഹന്റെ പേര് വല്ലതും പറഞ്ഞിട്ടുണ്ടോ?
ഒന്നും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പറഞ്ഞിട്ടില്ല. അപ്പോൾ സിസ്റ്റർ തൃശ്ശൂർ പ്രാർത്ഥനയിൽ വന്നു. കർത്താവ് മകനെ തൊട്ട് അവൻ്റെ പേര് വിളിച്ച് ദൈവാത്മാവ് അവനെ തൊടുന്നു പറഞ്ഞു. ഇന്ന് അവൻ്റെ ഭാവി അവിടെ 31 വയസ്സായിട്ട് വിവാഹം നടക്കുന്നില്ലായിരുന്നു. പക്ഷേ കർത്താവ് അവനെ തൊട്ടു, അവന് നല്ലൊരു വിവാഹ ജീവിതം കൊടുത്തു. കർത്താവിൻ്റെ നാമത്തിൽ തന്നെ അനേകർ യേശു ക്രിസ്തുവിനെ അറിയുന്ന രീതിയിൽ തന്നെ വിവാഹം നടന്നു എന്ന് പറയാൻ വളരെ സന്തോഷത്തോടെ പറയാൻ കർത്താവ് ഇടയാക്കി. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് അങ്ങനെ തുറന്ന കൃപയ്ക്ക് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. പറഞ്ഞു പറഞ്ഞു. ബ്രദർ 4 കമ്മല് ഊരി വെച്ചിരിക്കണെന്ന് പറഞ്ഞില്ലേ ബ്രദർ? ഒരു സഹോദരിയുടെ അടുത്ത് കാര്യം സംസാരിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് ഒരു പ്രശ്നം ഉണ്ടായി ബ്രദർ. ഒരു വ്യക്തി കുറച്ച് ക്യാഷ് തരാണ്ടായിരുന്നു. അയാള് എന്നെ സ്ഥിരം പറ്റിച്ചോണ്ടിരിക്കുക, പൈസ തരത്തില്ല. അങ്ങനെ ഇന്നത്തെ പോലെ സംസാരമായി ബ്രദർ. അപ്പോഴേ അയാള് പറയല്ലേ, ഞാൻ വലിയ ബന്ധിക്കോസുകാരി, എന്നിട്ടാണ് ഇങ്ങനെ സംസാരിക്കണേന്ന്. അയാൾ എന്നെ ശപിച്ചോണ്ടിരിക്കുന്നു അവിടെ ഇരുന്ന്. ഞാൻ പറഞ്ഞു, നീ ശപിച്ചോണ്ടിരിക്കുന്നു പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചോണ്ട് വന്നു, ദൈവത്തിന് പോലും ദേഷ്യം വന്നിട്ടുണ്ട്. പിന്നെ കർത്താവിന്റെ ആലയത്തെ വാണിപശാലയാക്കുന്നു എന്ന് പറഞ്ഞ് യേശു അടിച്ചു പുറത്താക്കിയിട്ടുണ്ടെന്ന് ഞാൻ ഇങ്ങനെ ഓർമ്മിച്ചോണ്ടേ വന്നു. അങ്ങനെ അത് ഞാൻ വിഷയം വന്ന് ഒരു സഹോദരിയുടെ അടുത്ത് ഞാൻ ഇതുപോലെ പറഞ്ഞു ബ്രദർ, ഇങ്ങനെ ഇയാൾ ഇങ്ങനെ ശപിച്ചു എന്നൊക്കെ ഉള്ള. തീർച്ചയായിട്ടും സിസ്റ്റർ, ഇന്ന് ആലോചന ഏറ്റെടുക്കുക. നമ്മൾ ആ വ്യക്തിയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. കർത്താവാണ് നമുക്ക് പ്രതിഫലം തരുന്നത്. ദൈവം നമ്മുടെ അതിരുകളെ വിസ്താരമാക്കും. അത് പ്രാർത്ഥനയോടെ തന്നെ ഇരിക്കുക. ഇന്ന് നിന്ദിച്ചവർ നടുവിൽ ദൈവം മാനിക്കുന്ന ദൈവമാണ്. ആ വ്യക്തിയെ ബ്ലെസ് ചെയ്യുക. കർത്താവ് എന്നെ മാനിക്കുമെന്ന് തന്നെ പറഞ്ഞു. ആ വ്യക്തി തന്നെ പറയും, നീ ഒരു അനുഗ്രഹമാണ് എന്നെ പറ്റി പറയുന്നത്, ഞാൻ കേൾക്കുമെന്ന് തന്നെ പറഞ്ഞോണം. കർത്താവ് അത് കാണിക്കും കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഞാനൊരു സാക്ഷ്യം പറയട്ടെ? പറഞ്ഞോ സിസ്റ്ററെ. കോട്ടയത്ത് അന്നത്തെ മീറ്റിംഗിൽ വന്ന ഉടനെ ഞാനും മോനും കൂടെ അവിടെ വന്നപ്പം ബ്രദറിന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നപ്പം ബ്രദർ ഒരു ആലോചന പറഞ്ഞിരുന്നു. കേരളത്തിൽ നിന്ന് ഇന്ത്യയിലെ വേറൊരു സംസ്ഥാനത്തിലേക്ക് പോകും, അവിടെ നിന്ന് കടലുകൾ കടന്നു പോകും, അങ്ങനെ ഒരു ആലോചന ബ്രദർ പറഞ്ഞായിരുന്നു. അത് ആ ആലോചനയെ ഞങ്ങൾ മുറുകെ പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു. അന്നേരം UK പോകാനുള്ള ഒരു അവസരം ദൈവം ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നു. അതിനുവേണ്ടി വിസയ്ക്കൊക്കെ കൊടുത്തിട്ട് വിസയുടെ ഒത്തിരി അങ്ങ് താമസിച്ചു പോയി. അന്നേരം ഇന്ന് ആ വിസ അടിച്ചു വന്നു. ഞങ്ങൾ നോക്കിയപ്പം 7-ാം തീയതി ഡെഡ് ലൈൻ അവരിട്ടിരിക്കുന്നത്. പിന്നെ മെയിൽ ചെയ്തു, ഞങ്ങൾ പ്രാർത്ഥിച്ചു. അവർ 17-ാം തീയതി വരെ അത് നീട്ടിത്തന്നു. അന്നേരം ഇന്ന് രാവിലെ എഴുന്നേറ്റിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പം ദൈവത്തോട് ഞാൻ പറഞ്ഞു, കർത്താവേ, ഇന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞിരിക്കും, ഞാൻ സാക്ഷ്യം പറയും. അങ്ങനെ ഞാൻ ദൈവസന്നിധിയിൽ ആ വിഷയം വെച്ച് വചനങ്ങളെ ഉരുവിട്ട് പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതമായിട്ട് രാവിലെ വിസ അടിച്ചു കിട്ടിയെന്ന് കേൾക്കാനൊക്കെ ഇടയാക്കി. ഡെഡ് ലൈനും മാറി 17-ാം തീയതി വരെ അവർ നീട്ടിത്തന്നു. ഇനി മുന്നോട്ടുള്ള കാര്യത്തിലും കർത്താവ് അത് അത്ഭുതം ചെയ്യും. നമ്മൾ കോട്ടയത്തെ മീറ്റിംഗ് വെച്ചാണ് മോന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കടൽ കടന്ന ഒരു യാത്രയ്ക്ക് വേണ്ടി കർത്താവ് കാണിക്കുന്ന പറഞ്ഞല്ലേ? അതെ അതെ അതെ. അതായത് നിങ്ങൾ കേട്ടോണം, സെപ്റ്റംബർ 7 ആ മീറ്റിംഗില്. സെപ്റ്റംബർ 7-ാം തീയതി നടന്ന നമ്മുടെ കോട്ടയത്തെ മീറ്റിങ്ങിലാണ് മോനെയായിട്ട്. അന്ന് മോനെയായിട്ട് കൊണ്ടുവരുമ്പോൾ എന്നോട് ഈ കാര്യം വല്ലതും പറഞ്ഞായിരുന്നു? വല്ലോ കാര്യങ്ങളും വല്ലതും നിങ്ങൾ പറഞ്ഞായിരുന്നു? ഒന്നും ഞാൻ പറഞ്ഞിരുന്നില്ല ബ്രദർ, ഒന്നും പറഞ്ഞിരുന്നില്ല. സിസ്റ്റർ കേട്ടോ, ആ കർത്താവ് മകനെ നോക്കി ദൈവത്തിന്റെ പ്രവചന ആലോചന പറഞ്ഞു. ദൈവം അവനെ കടൽ കടന്നൊരു യാത്രയിലേക്ക് ദൈവം കൊണ്ടുപോകാൻ വേണ്ടി പോകുന്ന ഇന്ന് സിസ്റ്റർ പറഞ്ഞ പോലെ അവർ ആലോചന മുറുക്കെ പിടിച്ച് പ്രാർത്ഥിച്ചു. ഇന്ന് പറഞ്ഞ പോലെ ഡെഡ് ലൈൻ ആയിരുന്നു. 7-ാം തീയതി ഡെഡ് ലൈൻ ആണ്. 7-ാം തീയതി ഡെഡ് ലൈൻ ആണ്. പക്ഷെ അവർ പ്രാർത്ഥിച്ചു. ദൈവം ഏറ്റെടുത്ത കാര്യമായോണ്ട് ഇത് നടക്കും. അതിന്റെ മേൽ ദൈവം ഈ ഇന്ത്യക്ക് തന്നെ അവൻ അതിന് ക്ലാസ്സിന് കയറാന് ദൈവം അത്ഭുതം പ്രവർത്തിക്കണമെന്ന് വചനം പറഞ്ഞങ്ങ് നടന്നു ബ്രദറെ. എപ്പോഴും അങ്ങനെയാണ്. തീർച്ചയായിട്ടും പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അത് ഏറ്റെടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നു. ഡെഡ് ലൈൻ വന്നു. അതിനുശേഷം ഒരു രക്ഷ നമുക്കറിയാം, അതിനുശേഷം കയറി വരാൻ പറ്റത്തില്ല. പക്ഷേ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. അതാണ് വാക്തത്വം. ദൈവം പറഞ്ഞതായതുകൊണ്ട് നമ്മുടെ മുമ്പിൽ എത്ര ഡെഡ് ലൈൻ വന്നാലും അത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു കരുണ ആരാണോ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അവരുടെ ഹൃദയത്തിൽ തോന്നിപ്പിച്ച് ആലോചന പറഞ്ഞ ദൈവം. അതാ പറഞ്ഞ പ്രവചനം കേൾക്കുമ്പോൾ സിസ്റ്റർ നോക്കി, ഒരു ഡെഡ് ലൈൻ അവരുടെ മുമ്പിൽ വന്നു.
അയ്യോ 7-ാം തീയതി ഇത്രയും കാര്യങ്ങൾ ക്രമീകരിച്ചു, ഇത്രയും അടുത്ത് വരെ എത്തി, അപ്പോൾ വേണ്ടത് ഒരു ഡെഡ് ലൈൻ വന്നു, ഇനി പോകാൻ പറ്റാത്തൊരു അവസ്ഥ വന്നു, 7-ാം തീയതിക്കുള്ളിൽ കയറിപ്പോയില്ലേ പിന്നെ പോകാൻ പറ്റില്ല. ഇതാണ് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തിൻ്റെ അടുത്ത് കൺഫ്യൂഷൻ ഉണ്ടായത്, അവരുടെ മനസ്സിൽ ടെൻഷൻ ഉണ്ടായി. പക്ഷെ എന്ത് ചെയ്തു? സിസ്റ്റർ ആത്മാവിലുള്ള വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു, നാളെ ഞാൻ സാക്ഷ്യം പറയും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, UK നടക്കുന്ന ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സിങ്ങിൽ നിൽക്കുന്ന ആൾക്കാരോട് നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച് അവരുടെ മനസ്സ് മാറുമോ? മാനുഷിക ചിന്തയിൽ നോക്കിയാൽ മാറത്തില്ല. പക്ഷെ ആത്മാവിൽ വചനം കയറിയ വ്യക്തിസ് പറഞ്ഞിട്ടില്ലേ, വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു. ഉടനെ എന്ത് സംഭവിച്ചു? പിറ്റേ ദിവസം ഇന്ന് മെയിൽ വന്നു, കുഴപ്പമില്ല, അവരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. 17-ാം തീയതി ആ ഡെഡ് ലൈൻ അവിടെ നിന്ന് എന്ത് ചെയ്തു? മുറിച്ചു. ഞാൻ ആ വാക്ക് വീണ്ടും പറയാണ്, ഡെഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് ദൈവം നമുക്ക് എന്ത് ചെയ്തു? പുതിയൊരു വഴി തുറന്നു. ആമേൻ. അപ്പോൾ രാജ്യങ്ങളുടെ നന്മ കാണട്ടെ. ആ വചനം, ആ പ്രവചനത്തെ കർത്താവ് ഊട്ടി ഉറപ്പിച്ച് സാക്ഷ്യമാക്കി. ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ ഒരു തടസ്സവും വരത്തില്ല. ദൈവം നടത്തും. ദൈവം ഇനി അവിടെ യാത്ര ചെയ്യുവാൻ കർത്താവ് കൃപ തരും. ആ വാക്തത്വം കണ്ട് ദൈവത്തെ സന്തോഷിക്കുക. അവിടെ ഫലം കായ്ക്കും കേട്ടോ. അവിടെ പോയി ഫലം കായ്ക്കുവാൻ കർത്താവ് ഇടയാക്കും. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദറെ, എന്തോ പറഞ്ഞു? ഞാൻ ഈ മീറ്റിംഗിൽ കയറുമ്പോഴെല്ലാം ഞാൻ മെസ്സേജ് ഇടുമായിരുന്നു, മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവളുടെ എക്സാം ആണ് എന്നും പറഞ്ഞ് ഞാൻ എപ്പോഴും മെസ്സേജ് അയക്കുമായിരുന്നു, മോക്കും മോനും വേണ്ടി. ഇപ്പൊ റിസൾട്ട് വരുന്നതിന് തൊട്ട് മുമ്പേ ഞാൻ മെസ്സേജ് ബ്രദറിന് വേണ്ടി ഞാൻ ഇട്ടിരുന്നു. എന്തായാലും റിസൾട്ട് വന്നപ്പോ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വചനം പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ തിരുമുറിവിനാൽ എന്റെ മോക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നു, ഫസ്റ്റ് ക്ലാസ്സോടെ മോൾ പാസ്സായി. ബ്രദറെ, ദൈവത്തിന് നന്ദി. നന്ദി കർത്താവേ. ആമേൻ. കിട്ടുമ്പോ ഞാൻ സാക്ഷി പറയാമെന്ന് ഞാൻ ഇവിടെ നിന്ന് പറയുകയും ചെയ്തു. ഞാൻ ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് അവിടെ പ്രവർത്തിച്ചതിന് നന്ദി പറയുന്ന പ്രിയസ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ സാഹചര്യത്തെ നോക്കാതെ, പരാജയങ്ങളെ നോക്കാതെ ജയത്തെ വിശ്വസിച്ച് വചനം പറഞ്ഞുകൊണ്ടിരുന്നു. കർത്താവ് അവിടെ വലിയൊരു സാക്ഷ്യം എന്ന് പറയുവാൻ, ജയത്തിൻ്റെ സാക്ഷ്യം പറയുവാൻ കർത്താവ് ഇടയാക്കി. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദർ, ഞാൻ ഒരു വിഷയത്തെ പറ്റി ഭോപ്പാലിൽ നിന്ന് ബ്രദറിനോട് പറഞ്ഞായിരുന്നു. എന്റെ മോളുടെ ഒരു വീട് ജപ്തി ആകുന്നുണ്ടായിരുന്നു, ഞങ്ങളുടെ മോന്റെ. അന്ന് ഞാൻ പറഞ്ഞപ്പം ബ്രദർ പറഞ്ഞായിരുന്നു അത് കാര്യം സംഭവിച്ചെന്ന്. പക്ഷെങ്കിൽ അവർ നമുക്ക് പൈസ തിരിച്ചു തരുന്നില്ല, വീട് എഴുതി തരുന്നില്ല. കൊച്ചിന്റെ ഒരു 10 ലക്ഷം രൂപ പാസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഭോപ്പാലിൽ നിന്ന് ഇവിടെ വന്നു, കേരളത്തിൽ കോട്ടയത്ത് തന്നെ. പ്രാർത്ഥനാ വിഷയമാണോ സിസ്റ്ററെ? ബ്രദർ നേരത്തെ പ്രാർത്ഥിച്ച് പറഞ്ഞാൽ നീ കാര്യം കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു, കഴിഞ്ഞു സംഭവിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അവര് നമുക്ക് പൈസ തരുന്നില്ല, കൊച്ചിന് വീടും കൊടുക്കുന്നില്ല. അവളൊരു വീടോയാ, അവൾക്ക് 2 കൊച്ചുങ്ങളും ഉണ്ട്. എൻ്റെ കൂടെ തന്നെയാണ്. ഞാൻ ഭോപ്പാലിൽ നിന്ന് ഇവിടെ വന്ന് നാട്ടിലാ, പാമ്പാടിയില്ല. ഇപ്പൊ അത് സിസ്റ്റർ അവർ തരാത്തത് പ്രാർത്ഥനാ വിഷയമാണോ? അല്ല, അവര് തരുന്നില്ല. അവര് പറയുന്നത് ഞങ്ങൾക്ക് 3 ലക്ഷം കൂടെ തരാമെന്ന്. അത് ഡേറ്റ് കഴിഞ്ഞു പോയെന്ന്. ഇതിപ്പം അവർക്ക് ഇതിപ്പോ പ്രാർത്ഥനാ വിഷയമാണോ അത് കിട്ടാൻ വേണ്ടിയുള്ള? പ്രാർത്ഥന വിഷയം. ഓക്കെ. കർത്താവ് അത് അത്ഭുതമായിട്ട് പ്രവർത്തിക്കുക. അത് കർത്താവിൻ്റെ ആലോചന പോലെ നടന്നു എന്നല്ല കർത്താവ് പറഞ്ഞതുകൊണ്ട് അത് മുറുക്ക പിടിക്കുക. എന്ന് കേട്ടതുപോലെ തന്നെ സാഹചര്യങ്ങൾ നമ്മൾ നോക്കണ്ട. നമ്മൾ കർത്താവ് എനിക്ക് അനുകൂലമായി തന്നെ അത് പ്രവർത്തിക്കും, ഞാനത് സാക്ഷ്യം പറയുമെന്ന് തന്നെ ഉറപ്പിച്ചോണം. എന്നാ വലിയ പ്രതികൂലമാണെങ്കിലും അവിടെ അത്ഭുതം നടന്നിരിക്കും കേട്ടോ. ധൈര്യമായിട്ടിരിക്കുക. അതുപോലെ തന്നെ കർത്താവ് പ്രവർത്തിപ്പാൻ ശക്തനാണ്. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. എന്തോ പ്രാർത്ഥനാ വിഷയം പറയരുതെന്ന് പറഞ്ഞു. എന്നാലും എനിക്കൊന്ന് പറയാം. ഞാൻ ഒരു പല വ്യക്തികൾക്കായിട്ട് ഒരു 5 ലക്ഷം രൂപ കൊടുക്കാറുണ്ട്. 10 ദിവസമായിട്ടും അത് ഉണ്ടാകുന്നില്ല. ഞങ്ങൾക്ക് അതൊന്നും ഉണ്ടാകാൻ പ്രാർത്ഥിക്കണം. ഞാൻ എപ്പോഴും പറഞ്ഞു ലിസ്റ്ററെ, നമ്മൾ അത് പ്രാർത്ഥിച്ച് കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഇനി എൻ്റെ മേൽ പ്രാർത്ഥിച്ചാൽ അത് അവിശ്വാസമാണ്. നമ്മൾ ഒരുമിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അവിടെ ഞാനിപ്പോൾ അത് നന്ദി പറയുവാണ്. കർത്താവ് വിഷയത്തിൻ്റെ മേൽ അത്ഭുതം നടന്നതിന് നന്ദി. കാരണം നമ്മളെപ്പോഴും ഞാൻ എന്തുകൊണ്ടാണ് പ്രാർത്ഥനാ വിഷയങ്ങൾ ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മുടെ വിശ്വാസം അത് ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കും അത് വിശ്വാസമല്ല, സംശയമാണ്, നടന്നോ ഇല്ലയോ. രണ്ടാമത് പ്രാർത്ഥിക്കുന്നത്, രണ്ടാമത് ബൈബിളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ എന്നാലുണ്ടാകും. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ ലഭിച്ചു എന്ന് വിശ്വസിക്കണം. പിന്നെ എന്ത് ചെയ്യണം? അതുണ്ടാകും.
ഒന്ന് പ്രാർത്ഥിച്ചാൽ പിന്നെ ലഭിച്ചു അതിന് നന്ദി. അതാണ് സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ. അതുകൊണ്ട് സിസ്റ്ററെ 5 അല്ല 10 അല്ല എത്ര ലക്ഷമാണെങ്കിലും തന്നത് നന്ദി കർത്താവേ, ഞാൻ അത്ഭുതം കാണും, ഞാൻ അത്ഭുതം കാണും, ഞാൻ അത്ഭുതം കാണും. അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നോണം. അത് സാക്ഷ്യമായിട്ട് കർത്താവ് മാറ്റുക തന്നെ ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരെങ്കിലും പറയണോ? പറഞ്ഞു. തൃശ്ശൂരൊക്കെ പ്രാർത്ഥന വെക്കുന്നുണ്ടോ ബ്രദറെ? തൃശ്ശൂരിലെ കാര്യമുണ്ട് സിസ്റ്റർ, എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിയിക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് നടക്കുന്നത് എറണാകുളത്തെ പ്രാർത്ഥനയാണ്, ഫസ്റ്റ് പ്രാർത്ഥന. അതുകൊണ്ട് ഞാനത് കൂടുതലും ഫോക്കസ് എറണാകുളമാണ്. നിങ്ങൾ പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദർശനം പറഞ്ഞല്ലോ, എറണാകുളത്ത് എനിക്ക് വളരെ ദിവസങ്ങളായിട്ട് ഇങ്ങനെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മാവ് പ്രേരിപ്പിക്കുന്ന വളരെ ദൂരെ ഉള്ളവർ എനിക്കറിയാം. ആത്മാവ് പ്രേരിപ്പിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമില്ല, നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയുള്ളവരെല്ലാം എറണാകുളത്തിന് പോകുന്നു. കൊല്ലത്തിനും വരാം, കോട്ടയത്തിനും വരാം, കുഴപ്പമൊന്നുമില്ല. എറണാകുളത്തിനൊരു എക്സ്ട്രാ മൈൽ എടുത്തോണം. അതൊരു ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരു പ്രത്യേക വലിയ ദൈവപ്രവൃത്തി, വലിയൊരു കാര്യം എന്തോ കർത്താവ് അവിടെ കൈമാറാൻ ആഗ്രഹിക്കുന്നുണ്ട്. എറണാകുളം, പ്രത്യേകിച്ച് എറണാകുളം, അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥന. അപ്പോൾ എറണാകുളം മീറ്റിംഗ് ആണ്. അപ്പോൾ അതിനിടയിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ പറയുന്നതായിരിക്കും കേട്ടോ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുള്ളവർ? എല്ലാം ഞങ്ങൾ അറിയിക്കാം സിസ്റ്റർ. ലൈവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു നമുക്ക് അവിടുത്തെ നെറ്റ്വർക്ക് ചെക്ക് ചെയ്തിട്ട് പറയാൻ പറ്റത്തുള്ളൂ. നെറ്റ്വർക്കിൻ്റെ കാര്യമുള്ളൂ. എന്തായാലും വീഡിയോ ഷൂട്ട് പറഞ്ഞു. ബ്രദറെ പ്രാർത്ഥനാ വിഷയമല്ല, ബ്രദർ അമേരിക്ക വരുന്നുണ്ടെന്ന് കേട്ടു. അതെപ്പോഴാണെന്ന് സിസ്റ്റർ? അത് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അതിന് ശേഷമുള്ള നമ്മുടെ ഈ പ്രെയർ എല്ലാം കഴിഞ്ഞതിന് ശേഷം 1-2 കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും US-ലുള്ളവരൊക്കെ ഒന്ന് ഒരുങ്ങിയിരിക്കുക, നിങ്ങൾ ഗ്രൂപ്പിൽ കണക്റ്റഡ് ആകുക. ഞാനത് ഡീറ്റെയിൽസുകളൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതിൻ്റെ സമയങ്ങൾ എപ്പോഴാണെന്നുള്ളതും അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ US-ലുള്ളവർ കൂടിയിട്ട് നിങ്ങൾ ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങൾ അവിടെ ഞാൻ പറഞ്ഞു നമ്മുടെ പ്രാർത്ഥന ക്രമീകരിക്കാൻ തക്കതായിട്ടുള്ളൊരു ഹോളോ മറ്റോ എന്തെങ്കിലും നിങ്ങൾ അവിടെ അന്വേഷിക്കുക. എൻ്റെ വരവോ എൻ്റെ എക്സ്പെൻസോ ഒന്നും ആരും ആലോചിച്ച് വറീഡാകണ്ട. എനിക്ക് US-ൽ ഞാൻ വന്നിട്ടില്ല, പക്ഷേ പരിചയമില്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഹോളോ എന്തൊക്കെ ഉണ്ടെങ്കിൽ US-ലുള്ളവരോട് ഞാൻ പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ആരും അന്വേഷിച്ച് ചാടി പുറപ്പെടേണ്ട, പ്രാർത്ഥിക്കുക. കർത്താവ് ആ ദേശത്ത് നമുക്ക് വേണ്ടി ഒരു പ്രാർത്ഥന കൂടാൻ വേണ്ടി, ഒരുമിച്ച് കൂടാൻ വേണ്ടി. ഇപ്പം കോട്ടയത്തെയും ഈ കൊല്ലത്തുമൊക്കെ നടക്കുന്നതും മിഡിൽ ഈസ്റ്റിൽ നടക്കാൻ പോകുന്ന മീറ്റിങ്ങും ഒക്കെ ദൈവത്താൽ നടക്കാൻ പോകുന്നതാണ്. അപ്പോൾ പ്രാർത്ഥിക്കുക സിസ്റ്റർ, അവിടെ ഉള്ളവരെല്ലാവരും US-ൽ കൂടുന്നവർ. അപ്പോൾ എൻ്റെ വരവ് ഞാൻ പറഞ്ഞല്ലോ, അതോർത്ത് ആരും വറീഡാകണ്ട. എൻ്റെ വരവോ യാത്രയോ ഫ്ലൈറ്റോ ഒന്നും നിങ്ങൾ വറീഡാകണ്ട. അതെല്ലാം കർത്താവ് നടത്തിക്കോളും. നിങ്ങൾ അവിടെ ചെയ്യേണ്ട ഒരു കാര്യം, നമുക്കെല്ലാം കൂടി വരുവാൻ തക്കതായിട്ടുള്ള ഒരു ഹോള് ക്രമീകരിക്കാനുള്ളത്. ഇപ്പം കേരളത്തിൽ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെയാണ് ദൈവകൃപയാൽ നമുക്കവിടെ സഹോദരങ്ങൾ എന്ത് ചെയ്തു, അതിനുവേണ്ടി അവർ ഓടി നടന്നു, ഹോളുകളൊക്കെ അന്വേഷിച്ചു, നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ടു. അങ്ങനെയാണ് നമ്മളിപ്പോൾ മീറ്റിംഗ് എല്ലാം നടക്കുന്നത്. അതേപോലെ US-ലുള്ളവരും മിഡിൽ ഈസ്റ്റിലുള്ളവരും അന്വേഷിക്കുക. എനിക്ക് വന്ന് അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വന്നേനെ, പക്ഷേ വരാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. അവിടെ ഉള്ളവരെ അന്വേഷിക്കുക. അപ്പം ഞാൻ സിസ്റ്ററോട് മാത്രമല്ല എല്ലാവരോടും പറയുകയാണ്, പല രാജ്യത്തുള്ളവരോട് ഞാൻ പറയുന്നു, നിങ്ങൾ അന്വേഷിക്കുക, ഒരുമിച്ച് കൂടുക. അതിനുശേഷം നമുക്ക് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞതുപോലെ വലിയ പ്രൊഫറ്റിക്കൽ ഹീലിംഗ് എൻകൗണ്ടറുകളെ കർത്താവ് പട്ടണങ്ങളിൽ ചെയ്യും. നിങ്ങളെ കർത്താവ് വലിയൊരു പകർച്ചയിലോട്ട് കൊണ്ടുപോകും. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഞാൻ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് പറഞ്ഞത്, സിസ്റ്ററോട് മാത്രമല്ല പല രാജ്യക്കാരോടും ഞാൻ പറഞ്ഞേക്കുന്നത്. കർത്താവിനെ നിങ്ങൾ ഗ്രൂപ്പുകൾ ക്രമീകരിച്ചിട്ടുണ്ട്, അതുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക. മറ്റാരെങ്കിലും സാക്ഷിയുള്ളവരുണ്ടോ? സാക്ഷിയുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. ഈ സമയത്ത് പ്രെയർ റിക്വസ്റ്റുകൾ പറയല്ലേ. നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞുകൊണ്ടാണ്. എനിക്ക് കുഴപ്പമാണ്, എനിക്ക് നേരം വിളിക്കുന്നവരെ പ്രാർത്ഥിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ വൺസ് പ്രാർത്ഥിച്ചതുകൊണ്ട് പിന്നെ അതിൻ്റെ മേൽ പ്രാർത്ഥിക്കുന്നതല്ല. ആരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? ബ്രദറെ, ഞങ്ങൾ ആ കമ്മലിന്റെ കാര്യം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. എൻ്റെ നാത്തൂൻ്റെ ആണ് ആ കമ്മല്. അവള് കുഞ്ഞുങ്ങളാകാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് സങ്കടപ്പെട്ട് എന്നോട് പറയുമായിരുന്നു. അപ്പം അത് നടക്കുന്ന വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റെടുക്കുക. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സാക്ഷ്യം, ഒരേ ആലോചന ഒരേപോലെ വരുമ്പോൾ നിങ്ങളത് ഏറ്റെടുത്താൽ മതി. എടുത്തു പറയേണ്ട കാര്യമില്ല, വിശ്വസിച്ചാൽ മതി. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദറെ. പറഞ്ഞു സിസ്റ്ററെ. പിന്നെ ഒരു മാസത്തോളമായി മൂത്ത മോന് എനിക്ക് മൈഗ്രെയിനിന്റെ വേദന തലവേദന പോയിട്ട് വല്ലാത്ത വേദനയുണ്ടായിരുന്നേ. അപ്പം ഞാന് എന്റെ കൂട്ടുകാരി ചേച്ചി ഇപ്പൊ നമ്മുടെ ഈ സൂമിൽ കയറുന്നുണ്ട്, അശ്വതി എന്നാണ് പേര്. അപ്പൊ ഞാൻ ചേച്ചി ഞങ്ങൾ ഷെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുമായിരുന്നേ.
അപ്പം ചേച്ചി ഇങ്ങനെ നമുക്ക് കുഞ്ഞിന് തലവേദനയാണ് വല്ലാതെ ഭാരപ്പെടുവാ ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ച് ഞങ്ങൾ അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായിട്ട് ബ്രദറെ പരിപൂർണമായ സൗഖ്യം ഈ സമയം വരെ ഇപ്പൊ ഒരു മാസത്തോളം കഴിഞ്ഞു. പക്ഷെ ഇന്ന് വരെ ആ വേദന ഉണ്ടായിട്ടില്ല ബ്രദറെ. അത് എൻ്റെ ജീവിതത്തിന് വലിയൊരു അനുഗ്രഹമായി, ദൈവം ചെയ്ത വലിയൊരു അനുഗ്രഹമായി ഞാൻ കാണുന്നു. ബ്രദർ പഠിപ്പിച്ച പ്രാർത്ഥനകളാണ് ഞങ്ങൾ ഇപ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. കർത്താവിന്റെ തിരുമുറിവുകളാൽ സൗഖ്യം തന്നിരിക്കുന്നു എന്ന വചനം ചൊല്ലിയാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത്. വചനം പറഞ്ഞത് ബ്രദറിന് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ ഇളയ മോന് ഇന്നലെ വളരെയേറെ പനിയാൽ ഭാരപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ഷെയർ ചെയ്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പരിപൂർണമായ സൗഖ്യം കുഞ്ഞിനും ദൈവം തന്നു. ദൈവനാമത്തിന് ബ്രദറിന് ഒത്തിരി നന്ദി പറയുന്നു. താങ്ക് യു ബ്രദറെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. പറഞ്ഞ തന്നെ ഒരുമിച്ച് അവർ പ്രാർത്ഥിച്ചു. ആ രോഗത്തിനാൽ മൈഗ്രൈൻ്റെ ബുദ്ധിമുട്ട് പൂർണ്ണ സൗഖ്യത്തെ കർത്താവ് ചെയ്യുവാൻ ഇടയായി തീർന്നു. വലിയ കാര്യങ്ങളെ കർത്താവ് പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെയും പ്രാർത്ഥിക്കുക, കർത്താവ് നിങ്ങളുടെ വലിയ കാര്യങ്ങളെ ചെയ്തെടുക്കുവാൻ ഇടയായിത്തീരും. ഗോഡ് ബ്ലെസ് യു. ഞാൻ ഇന്ന് തൽക്കാലത്തേക്ക് നമ്മുടെ പ്രാർത്ഥനകളെ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നാളെയും ഒരുമിച്ച് കൂടാം. മറക്കരുത്, ഇനി മീറ്റിങ്ങിന് വലിയ ദിവസങ്ങളില്ല. നമുക്ക് ഒരുമിച്ച് കാണാൻ വേണ്ടിയുള്ളത് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് വ്യക്തിപരമായി എനിക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാം. വഴി യാത്രയിലൊക്കെയും നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസ പ്രഖ്യാപനം ഏറ്റുപറയണം. എല്ലാ കാര്യങ്ങളും ഏറ്റുപറയണം. നമുക്ക് ഒരുമിച്ച് കാണാം. അപ്പം ഫസ്റ്റ് മീറ്റിംഗ് എറണാകുളമാണ്, കൊല്ലം, കോട്ടയത്തുണ്ട്. എൻ്റെ ആഗ്രഹം നിങ്ങൾ എല്ലാവരും എല്ലാ സ്ഥലത്തും നമ്മൾ ഒരുമിച്ച് എല്ലാ പട്ടണത്തിലും പോയി കർത്താവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടാൻ ആഗ്രഹിക്കുമെങ്കിലും പരിമിതികളുണ്ട്, ലിമിറ്റേഷൻ നമുക്കുണ്ട്. ഹൃദയത്തിൽ അങ്ങനെ ആഗ്രഹമുള്ളവർ പ്രാർത്ഥിക്കുക. കർത്താവ് ഫിനാൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കും. പ്രത്യേകിച്ച് എറണാകുളത്തേക്ക് ഞാൻ വീണ്ടും നിർബന്ധിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ കൂടി വരിക. പട്ടണത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണം. എറണാകുളത്തിന് വേണ്ടി അവിടെ ദൈവം വലിയ എന്തോ ചെയ്യാൻ വേണ്ടി പോവാണ്. വലിയ കാര്യം അവിടെ സംഭവിക്കാൻ വേണ്ടി പോവാണ്. കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നു. ഇന്ന് ലൈവിൽ കാണുന്നവർ, യൂട്യൂബിൽ കാണുന്നവർ, നിങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. സ്ക്രീനിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസുകൾ കാണാൻ പറ്റും. കർത്താവിൽ നമുക്ക് ഒരുമിച്ച് കാണാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ തൊടും. ദൈവത്തിൻ്റെ വലിയ ആലോചനകളെ കേൾക്കുവാനും വലിയ രോഗസൗഖ്യങ്ങളെ അനുഭവിക്കുവാനും കർത്താവിൻ്റെ നാമത്തിൽ കാണാൻ ദൈവം നമ്മളെ സഹായിക്കും. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് വലിയൊരു എക്സ്പീരിയൻസിനെ കർത്താവ് അവിടെ ചെയ്യും. ദൈവനാമം മഹത്വം അവിടെ വെളിപ്പെടും. നമുക്ക് ഒരുമിച്ച് കൂടാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഒരുമിച്ച് നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറയാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറയാം.